ഞാൻ എന്താ ദേഹോഹം എന്ന് കരുതുന്നു, വിവേകികളോ ദേഹേ അഹം എന്ന് കരുതുന്നു. അപ്പൊ ഇതാണ് ദേഹേ അഹം എന്ന് പറഞ്ഞാൽ ഐ ആം ഇൻ ദ ബോഡി, ഐ ആം നോട്ട് ദ ബോഡി. ദേഹോഹം എന്ന് പറഞ്ഞാലോ ഐ ആം ദ ബോഡി, ഞാനാണ് ശരീരം. അല്ലെ, അസുരന്മാരെല്ലാരും അങ്ങനെയാണ്. കണ്ണാടി കണ്ടപ്പോ ഇന്ദ്രന് വിഷമം തോന്നി, കാരണം ശരീരമാണോ ഞാൻ. അതേസമയം ആ വിരോചനൻ എന്ത് തോന്നി, വളരെ സന്തോഷം തോന്നി, ഞാൻ ഈ ശരീരമാണ്, ഇന്ദ്രിയങ്ങളാണ്. അല്ലെ, ഒരു പരാതിയും പറയാതെ അദ്ദേഹം എന്ത് ചെയ്തു, പോയി സന്തോഷമായിട്ട് ജീവിച്ചു. പക്ഷെ ശരീരത്തിനുള്ളിൽ എന്തോ ഉണ്ട്. ഇന്ദ്രൻ എന്ന് പറഞ്ഞ മനസ്സാണ്, ചിന്തിക്കാൻ കഴിവുള്ളവനാണ്. അത് ചിന്തിച്ച് കണ്ടുപിടിച്ചു അല്ലെ, ആ ഒരു ദേഹത്തിനുള്ളിൽ എന്തോ ഉണ്ട്. അപ്പൊ ദേഹോഹം എന്നാല് ദേഹമാണ് ഞാൻ എന്നാണ്, എന്റെ ഇഷ്ടത്തിന് ഞാൻ തെരഞ്ഞെടുത്ത ആണ് ഈ ശരീരങ്ങള് എന്ന് ആ ഒരു വിവേകി അറിയണു, അവന്റെ കർമ്മങ്ങൾ അനുസരിച്ച്. അല്ലെ, ആ നമ്മൾ തന്നെയാണ് ഈ ശരീരങ്ങൾ കണ്ടുപിടിച്ച്, നല്ല കർമ്മം ചെയ്താല് നമുക്ക് നല്ല ശരീരങ്ങളെ ഓപ്റ്റ് ചെയ്യാം. നമുക്ക് പറയാം എന്റെ പുണ്യകർമ്മങ്ങളുണ്ട്, എനിക്കിത് വേണം. അല്ലെ, അങ്ങനെയല്ലേ ഋഷിമുനിമാര് അവർ അടുത്ത ജന്മം എനിക്ക് ഇന്ന ജന്മത്തിൽ ഇന്നതാകണം എന്ന് പറയണത്. അപ്പൊ വീണ്ടും വീണ്ടും പറഞ്ഞ് ആ ആത്മാവിലുള്ള ഉറപ്പ്, അതായത് വേറെ ഒന്നിലും നമ്മളെ ഡിപ്പെൻഡ് ചെയ്യിക്കാതിരിക്കാൻ സഹായിക്കുന്നത് ഇതാണ്. കാരണം ഐ ആം നോട്ട് ദ ബോഡി, ഐ ഹാവ് എ ബോഡി. അപ്പോ ആ ഐക്ക് എപ്പോ വേണമെങ്കിലും ഈ ബോഡിയെ ഉപേക്ഷിക്കാം. അപ്പോ നമ്മളിപ്പോ വച്ചിരിക്കുന്ന ആശ്രയങ്ങൾ ഒന്നും ശാശ്വതമല്ല എന്ന് നമുക്ക് അറിയണം. ഇത് ആ ഒരു ഡീപ്പ്, ആ ഒരു ഡിപ്പെൻഡൻസി, നമ്മൾ എല്ലാത്തിലും ഡിപ്പെൻഡന്റ് ആണ്. എനിക്ക് അവരില്ലെങ്കിൽ പറ്റില്ല, ഇവരില്ലെങ്കിൽ പറ്റില്ല, അല്ലെ, ഫാൻ ഇല്ലെങ്കിൽ പറ്റില്ല. നമുക്കെല്ലാം നമ്മുടെ കൈവാക്കിന് ഇങ്ങനെ ഇരിക്കണം, നമ്മളെല്ലാം സുഖമായിട്ട് ജീവിക്കുന്നവരാണ് അല്ലെ, നമുക്ക് എല്ലാവരും വേണം. നമുക്ക് ഇന്ന ആളെ ആശ്രയിച്ചിരിക്കുന്ന ആള് പോയി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ചിറകൊടിഞ്ഞു, കൈ ഒടിഞ്ഞു എന്നൊക്കെ പറയുന്നത്. ഒരാള് നമ്മൾ അത്രയും ഡിപ്പെൻഡന്റ് ആയിട്ടിരിക്കുമ്പോൾ ഞാനിപ്പോ ഒറ്റപ്പെട്ടു പോയ ആളില്ല, അങ്ങനെയല്ല. നമ്മൾ ഒന്നിലും ഡിപ്പെൻഡൻസി വെച്ചിട്ട് കാര്യമില്ല. നമ്മൾ മാറ്റങ്ങൾക്ക് വിധേയമാണ്. നമുക്ക് ആരെങ്കിലും ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ജീവിക്കണ്ടേ, നമുക്ക് എത്രയാണ് ഈ ലൈഫ് ഇവിടെ തന്നിരിക്കുന്നത് അത്രയും കാലം നമുക്ക് ജീവിച്ചേ പറ്റുള്ളൂ. അപ്പൊ നമ്മള് ആ ഡിപ്പെൻഡൻസി പോയാൽ നമ്മൾ എന്താവും, ഇൻഡിപെൻഡന്റ് ആവും. കാരണം അതിനെയാണ് സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. ആരുമായിട്ട് ഡിപ്പെൻഡന്റ് ആവണം, ഭഗവാനുമായിട്ട്, ഈശ്വരനുമായിട്ട് ഡിപ്പെൻഡന്റ് ആവണം. അപ്പൊ സ്വന്തം മഹിമ അറിയുമ്പോഴാണ് ഡിപ്പെൻഡൻസി പോകുന്നത്. ഞാൻ ഇതൊന്നുമല്ല, ഞാൻ ഇതുവരെ വിചാരിച്ചിരുന്ന നശ്വര വസ്തുക്കളൊന്നുമല്ല ഞാൻ ആ ഒരു നിത്യ ആയിരിക്കുന്ന ആ ഒരു മുക്ത സ്വരൂപമാണെന്ന് അറിയുമ്പോൾ നമുക്ക് എല്ലാത്തിനോടുമുള്ള ആ ഡിപ്പെൻഡൻസി പോവും അല്ലെ. അപ്പൊ ആ തന്നിൽ നിന്ന് ആ തന്നില് തന്നെ ഉറപ്പിക്കുക. അതിനെയാണ് നമ്മള് നട്ടിലുള്ളവർ എന്തിനാ വേറൊരാളുടെ ആത്മാവിൽ ഇല്ലെങ്കിൽ വേറൊരാളുടെ പുറത്ത് ചാരി നിൽക്കുന്നത്. അതിന്റെ ആവശ്യമില്ല അല്ലെ. വേറൊരാളെ ചാരരുത് ഒരിക്കലും. ചാരിക്കഴിഞ്ഞാൽ എപ്പോഴാണ് ആ ചാരി നിൽക്കുന്ന ആള് പോകുന്ന അറിഞ്ഞൂടാ. ഇതാണ് സ്വാതന്ത്ര്യം. അപ്പോ ആ ഒരു നമ്മളെപ്പോഴും എന്താ, ആത്മാവാകുന്ന നട്ടല്. നമ്മുടെ നട്ടല് ഈ കാണുന്ന ശരീരത്തിലെ നട്ടലല്ല, നമ്മുടെ ആത്മാവ്. ആത്മാവ് എന്ന് ആരുടെ സഹായവുമില്ല, ഇൻഡിപെൻഡന്റ് ആണ്. ആത്മാവ് എന്നും സ്വതന്ത്രമാണ്. ഈ അറിവ് ഉറയ്ക്കുന്നത് തന്നെയാണ് മോക്ഷം. അപ്പൊ ഇപ്പോൾ ഇവിടെ ഈ ശരീരം ഉള്ളപ്പോ അത് നേടുകയും വേണം. അറിവില്, ജ്ഞാനത്തില് ഇത് സച്ചിദാനന്ദ സ്വരൂപമാണ്, ആ ഒരു ശിവ കേവലോഹമാണ് എന്ന് അറിയുന്ന ആ ഒരു അവസ്ഥ. ഇവിടെ എന്താ, ഒരു ഭക്തന്റെ ദേവിയോടുള്ള ഒരു പ്രാർത്ഥനയാണ് അല്ലെ. ജനനി, അമ്മേ, മോക്ഷസ്യ ആകാംക്ഷ, മോക്ഷസ്യ ന ആകാംക്ഷ, എനിക്ക് മോക്ഷത്തിനുള്ള ആകാംക്ഷ ഇല്ല അമ്മ. ഞാൻ വിഭവവാഞ്ച, എനിക്ക് ഇവിടുത്തെ മെറ്റീരിയൽ ബെനിഫിറ്റ്സ് ഒന്നും, വിഭവങ്ങളെ സമാഹരിക്കണ്ട. എന്തിനാ, ഞാനിവിടെ പെർമനന്റ് അല്ല, എന്തിനാ ഞാൻ ഇങ്ങനെ ഹോൾഡ് ചെയ്ത് വെക്കുന്നത്, എന്തിനാ ഞാൻ ഇതെല്ലാം, ആവശ്യത്തിന് എനിക്ക് ജീവിക്കണം, മിതമായിട്ട് ധാർമ്മികമായിട്ട് ജീവിക്കണം, ഇവിടെ ഒരുപാട് സൂക്ഷിച്ചു വെക്കണം എന്നൊന്നും എനിക്ക് ആഗ്രഹം ഇല്ല അമ്മ. ഇവിടെ അർത്ഥസമ്പാദനത്തിലുള്ള ആഗ്രഹവും എനിക്കില്ല. അർത്ഥങ്ങൾ എന്ന് പറഞ്ഞാൽ പണം വരാം, ബാക്കിയുള്ള അർത്ഥങ്ങളെല്ലാം അതിനകത്ത് വരാം, പിന്നെ പുരുഷാർത്ഥങ്ങളും വരാം. അപ്പോ ഇവിടെ ആ ഒരു വിജ്ഞാന അപേക്ഷ, എനിക്ക് വിജ്ഞാനം എന്ന് വേണമെന്ന് ഞാൻ ഇതുവരെ ആഗ്രഹിച്ചിട്ടില്ല. ഒരു ഗുരുവിനെ സമീപിച്ച് ജ്ഞാനം നേടുന്നത് എനിക്ക് താല്പര്യമില്ല, കാരണം ഞാൻ ആ ജിജ്ഞാസു അല്ല. പക്ഷെ എനിക്ക് ഒരാഗ്രഹമേ ഉള്ളൂ, അമ്മേ, ശശിമുഖി സുഖേച്ഛാഭി ന പുനഃ, അല്ലയോ ചന്ദ്രസമാനമായിട്ടുള്ള വദനത്തോടു കൂടിയ ദേവി, അവിടുന്ന് എനിക്ക് എന്താ കാമഭോഗങ്ങളോ ആ ഒരു കാര്യങ്ങളും ഞാൻ അമ്മയോട് പറയില്ല. എനിക്കതിൽ യാതൊരു ഇച്ഛയുമില്ല. ഭൗതിക സുഖകാമനകൾ ഒന്നും അനുഭവിക്കാൻ ഇനി എനിക്ക് ആഗ്രഹമില്ല. ആ അധസ്ത്വാം സംയാജേ ജനനി, ഞാൻ അമ്മയോട് യാചിക്കുന്നു. കാരണം എന്താണ് യാചിക്കുന്നത്, മമ ജനനം യാതുവൈ, ഞാൻ ഇനിയും ജനിക്കുകയാണെങ്കിൽ, ജനിക്കണം എന്ന് പറയുന്നില്ല, അത് അമ്മയുടെ ഇഷ്ടമാണ്. ഇനി ജനിക്കുകയാണെന്ന് വെച്ചോളൂ, എനിക്ക് ഇനിയും ജന്മങ്ങൾ ഉണ്ടാകുകയാണെങ്കിൽ എനിക്ക് എന്ത് വേണം, ഇനി എത്ര ജന്മങ്ങൾ ഉണ്ടായിക്കോട്ടെ, പക്ഷെ എനിക്ക് വേണ്ടത് ഒറ്റ കാര്യം, അത് അമ്മ എനിക്ക് തരണം, തന്നേ പറ്റൂ. എന്താ, മൃഡാനി രുദ്രാണി ശിവ ശിവ ഭവാനീതി ജപഹ,
എനിക്ക് ഇത്രയേ വേണ്ടൂ. കാരണം എനിക്ക് അമ്മയെ അത്രയ്ക്ക് ഇഷ്ടമാണ്. എനിക്ക് ഒരിക്കലും എന്റെ അമ്മയെന്ന് പിരിയാൻ ഇഷ്ടമല്ല. അതുകൊണ്ട് എന്താ വേണ്ടത്? ഏത് ജന്മത്തിലായാലും അമ്മയെ വിളിക്കണം. എന്ത് വിളിക്കണം? മൃഡാനി. മൃഡന്റെ പത്നിയായിരിക്കുന്നവൾ മൃഡാനി. മൃഡൻ എന്ന് പറഞ്ഞാൽ ശിവന്റെ ഏത് ഭാവ? സുഖം തരുന്ന ഭാവം. മൃഡൻ ശിവൻ. ശിവൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ശിവം എന്ന് പറഞ്ഞാല് മംഗളം, ഐശ്വര്യം. അപ്പൊ മൃഡൻ എന്ന് പറഞ്ഞാല് സുഖം തരുന്നവൻ, സുഖസ്വരൂപൻ, ലോകത്തെ മുഴുവനും ആനന്ദിപ്പിക്കുന്നവൻ. അപ്പൊ മൃഡന്റെ പത്നിയായിരിക്കുന്നവൾ മൃഡാനി. അപ്പൊ ദേവിയും ലോകത്തിന് എന്താ തരുന്നത്? അദ്ദേഹം സുഖമാണ് തരുന്നെങ്കിൽ ആ സുഖം എന്ന് പറയുന്ന പരമമായിരിക്കുന്ന വിശ്രാന്തി തരുന്ന ആളാണ് ശിവൻ. ആ ശിവപദം എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് ദുഃഖങ്ങളില്ലാത്ത, അലകളില്ലാത്ത, പെയ്തൊഴിഞ്ഞ സമുദ്രം പോലെയുള്ള ഒരു ശാന്തി, അതിനെയാണ് വിശ്രാന്തി സ്ഥാനം എന്ന് പറയുന്നത്. അപ്പൊ ഭഗവാൻ അതാണെങ്കിൽ മൃഡാനി, അമ്മയും അതല്ലേ? അമ്മയും സുഖസ്വരൂപിയാണ്. എനിക്ക് ആ ഒരു എന്താ പറയാ, ആ ഒരു നീണ്ടു നിൽക്കുന്നതായിട്ടുള്ള കൊണ്ട് കരയിപ്പിക്കുന്നവൻ രുദ്രൻ, അല്ലെ? പരിണമിപ്പിക്കുന്നവൻ രുദ്രൻ എന്ന് പറഞ്ഞാൽ സൃഷ്ടി സ്ഥിതി സംഹാരകാലകനാണ്. സംഹാരത്തിന്റെ ആളാണ് രുദ്രൻ, അല്ലെ? അപ്പൊ സംഹാരരുദ്രൻ, നമ്മൾ പറയാറുണ്ട് ശിവനെ സംഹാരരുദ്രൻ. ഈ സംഹാരം എന്നത് സഡൻ ആയിട്ട് പെട്ടെന്ന് സംഭവിക്കുന്നതല്ല. നമ്മൾ വിചാരിക്കും സംഹാരം എന്ന് പറഞ്ഞ് സൃഷ്ടി അങ്ങോട്ട് കഴിഞ്ഞു, അല്ലെ? അത് കഴിഞ്ഞ് കുറെ കാലം അങ്ങനെ ജീവിച്ചു, പിന്നെ ഒരു ദിവസം പെട്ടെന്ന് വന്ന് അങ്ങ് സംഹരിക്കുന്നു. അങ്ങനെയല്ല. സംഹാരം ഈസ് ആ ഗ്രാജുവൽ ട്രാൻസ്ഫോർമേഷൻ എന്ന അർത്ഥം. ഇവിടെ ഒന്നും പെട്ടെന്ന് സംഭവിക്കണില്ല. ജനിക്കുമ്പോ തന്നെ മരണം കൂടെ ജനിക്കുക. ഇവിടെ ആ ഒരു ട്രാൻസ്ഫോർമേഷൻ പതുക്കെ 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 നമ്മളിങ്ങനെ എന്താ പറയാ, ആ ഒരു വന്നു, നിലനിന്നു, തിരിച്ച് നമ്മൾ കാലയവനികയ്ക്കുള്ളിലേക്ക് പോകുന്നു. വന്നു, ജനിച്ചു, ഗർഭപാത്രത്തിൽ എന്താ സംഭവിച്ചേ? ആ ഒരു കുഞ്ഞ് പൊട്ട് വളർന്ന് കൈയും കാലും ഒക്കെ വെച്ച് ഒരു വലിയ കുഞ്ഞായി, അത് പുറത്തു വന്നു, അത് വീണ്ടും നടക്കാൻ തുടങ്ങി, അതിന്റെ ശരീരഭാഗങ്ങൾ കൂടി, പിന്നെന്താ, ഒരു സ്റ്റാറ്റിക് ആയിട്ട് കുറച്ചു കാലം നിന്നു, പിന്നെ അത് തളരാൻ തുടങ്ങി. ഇത് നമ്മൾ അറിയുന്നില്ല. അപ്പൊ ഈ ട്രാൻസ്ഫോർമേഷൻ വരുത്തുന്ന ആളിനെയാണ് നമ്മൾ രുദ്രൻ. സ്ലോ പ്രോസസ് ആണ് ഇത്. പെട്ടെന്ന് സംഭവിച്ച നമ്മളെ പ്രളയം എന്ന് പറഞ്ഞാല് പെട്ടെന്ന് സംഭവിക്കുന്നത്. അതിനൊന്നും നമ്മൾ സാക്ഷികളല്ല. മഹാതാണ്ഡവ സാക്ഷിന്റെ അമ്മ മാത്രമേ ഉള്ളൂ. ഈ പ്രളയം സംഭവിക്കുക പെട്ടെന്ന് എന്താ പറയാ, സുനാമി പോലെ ജലം പോകുമോ, തീമഴ പെയ്യോ, നമ്മൾ ലോക അവസാനം എന്ന് പറയുന്ന അനേക യുഗങ്ങളുടെ സമാപ്തി, അതായത് ആത്യന്തിക പ്രളയം വരുന്നത് നമുക്ക് തന്നെ അറിയില്ല എങ്ങനെയാണെന്ന്. പക്ഷെ ഇവിടെ നിത്യപ്രളയം ഉറക്കത്തിൽ സംഭവിക്കുന്നത് പോലെ നമ്മുടെ മരണം എന്ന് പറയുന്നത് നമ്മുടെ കൂടെ ഉണ്ട്. നിതാന്തമായിട്ട് നമ്മുടെ കൂടെ സ്ലോ 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 ആയിട്ട് വി ആർ നിയറിങ് അവർ ഡെത്ത്. ഓരോ ബർത്ത്ഡേയും നമ്മുടെ ഡെത്ത് ഡേയാ. കാരണം ഡെത്തിനെ ഓർമ്മിപ്പിക്കുക. കാരണം നമ്മൾ കൂടുതൽ അടുത്തു, അല്ലെ? ചെറുതായിരിക്കുമ്പോൾ മുതൽ 100 വയസ്സ് വരെ നമ്മൾ എന്താ, നമ്മൾ ബർത്ത്ഡേ ആഘോഷിക്കണം, ബലൂൺ പൊട്ടിക്കണു, വിളക്ക് ഊതിക്കെടുത്തണു. കാരണം വിളക്ക് ഊതിക്കെടുത്തുമ്പോ എന്താ, ഈ ജ്യോതി പോവാൻ സമയമായിന്ന് നമ്മൾ തന്നെ നമ്മളെ ഓർമ്മിപ്പിക്കുക. ഒരിക്കലും ഹിന്ദുക്കൾ വിളക്ക് ഊതിക്കെടുത്താറില്ല, കെടുത്തരുത്. കാരണം പ്രത്യേകിച്ച് ഊതിക്കെടുത്താൻ പാടില്ല. അപ്പൊ നമ്മൾ എന്താ പറയുന്നത്, നമ്മുടെ ആത്മജ്യോതി ഇതാ അണയാറായി, അല്ലെ? ബർത്ത്ഡേക്ക് തിരി കത്തിച്ചു വെച്ച് അണയ്ക്കുമ്പോ എന്താ, നമ്മൾ വിളക്കിൽ തിരിയിട്ട് കത്തിക്കുന്ന ആ ഒരു എണ്ണയും തിരിയും എല്ലാം നമ്മുടെ ആത്മാവിനെയാ കാണിക്കുന്നത്. അത് ഊതിക്കെടുത്ത് നമ്മൾ തന്നെ നമ്മളെ ഓർമ്മിപ്പിക്കണം, യു ആർ നിയറിങ് യുവർ ഡെത്ത്. കാരണം അത് പെട്ടെന്നായിരിക്കണം എന്നില്ല, സ്ലോ ആൻഡ് സ്റ്റഡി ആയിട്ട് പോകണം. അപ്പൊ രുദ്രൻ എന്ന് പറഞ്ഞാൽ എന്താ, ജനിച്ചത് മുതൽ മരണം നമുക്ക് ആരംഭിച്ചു. ആ സത്യത്തെ നമുക്ക് അത് സ്ലോ പ്രോസസ്സിലൂടെ നമ്മളെ കൊണ്ടുപോകുന്ന, ഭൂമിയിൽ തന്നിരിക്കുന്ന എന്താ, ഒരു ഗ്രേസ് ടൈമാണ്. നമുക്കൊരു 100 വർഷം തന്നിരിക്കുന്നത് നമ്മുടെ ഗ്രേസ് പീരീഡാണ്. നമ്മൾ അപ്പോഴത്തേക്ക് ഒരു ശരീരം സ്വീകരിച്ചു, പതുക്കെ 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 അത് ഡിറ്റീരിയറേറ്റ് ചെയ്യും, അത് നമ്മളെ വിട്ടുപോകും. അപ്പൊ അതിനുള്ള ഒരു ടൈമാണ് ഒരു 100 വർഷം തന്നേക്കുന്നത്. അതിൽ എത്ര വയസ്സോ ആവട്ടെ. അപ്പൊ ആ ഗ്രേസ് ടൈമിൽ എന്താ പറയാ, നമ്മള് വി ഹാവ് ടു മേക്ക് യൂസ് ഓഫ് ഇറ്റ്. നമ്മളത് യൂസ് ചെയ്യണം. കാരണം ഇവിടെ വന്ന് നമ്മുടെ ആ ലക്ഷ്യത്തെ മറന്നു പോവല്ലോ. ഇവിടെ വന്നു കഴിയുമ്പോൾ ഓരോ ദിവസവും കൗണ്ട് ഡൗൺ ആണ്. നമ്മൾ 10, 9, 8, 7 എന്ന് പറയും പോലെ നമ്മുടെ ഓരോ ദിവസവും കുറഞ്ഞു വരികയാണ്. നമ്മുടെ ആ പുസ്തകത്താളില് ജീവിതമാകുന്ന നമുക്ക് തന്നിരിക്കുന്ന ഗ്രേസ് പീരീഡിൽ ഓരോ പേജും കീറി കളഞ്ഞുകൊണ്ടിരിക്കുകയാണ് രാത്രിയാവുമ്പോൾ. അപ്പൊ എന്താ വേണ്ടേ, ഇപ്പൊ ഈ നിമിഷം നമുക്ക് എത്രത്തോളം ആർജിക്കാൻ പറ്റുമോ, എത്രത്തോളം അമ്മയെ സമീപിക്കാൻ പറ്റുമോ നമ്മൾ സമീപിച്ചോളണം. അതുകൊണ്ടാണ് വി ഹാവ് ടു മേക്ക് യൂസ് ഓഫ് ഇറ്റ് എന്ന് പറഞ്ഞത്. കാരണം ആ കൗണ്ട് ഡൗൺ വന്ന് നമുക്ക് എപ്പോഴാ ആ കൗണ്ട് ഡൗൺ നിൽക്കുന്നത്, അത് 5ലോ 4ലോ 1 വരെ പോകണമെന്നൊന്നുമില്ല, നമുക്കറിയില്ല. കാരണം ഓരോ ശ്വാസവും അകത്തോട്ട് പോയി പുറത്തോട്ട് പോയെങ്കിൽ മാത്രമേ ജീവിതമുള്ളൂ. പുറത്തോട്ട് പോയി ആ പുറത്തോട്ട് പോയ വായു അകത്തോട്ട് കയറിയില്ലെങ്കിലോ നിശ്ചേഷ്ടനായി കഴിയും, അല്ലേ? ചേഷ്ടകളില്ലാത്തവനായിട്ട് നമ്മളെ ഈ ശരീരത്തെ ഉപേക്ഷിച്ച് ആ ശരീരത്തിൽ ആശ്രയമായിട്ട് ശരീരത്തെ പ്രൊജക്ഷൻ ആയിട്ട് വെച്ചിരുന്ന ആത്മാവ് വിട്ടുപോയി എന്നർത്ഥം.
അപ്പൊ ഇവിടെ എന്താ ചെയ്യേണ്ടത്? നേടാനുള്ളത് എത്രയും പെട്ടെന്ന് ആ ഒരു കളി, ആ നേടാനുള്ളത് നേടാൻ വന്ന ഒരു എന്താ പറയാ കോസ്മിക് പ്ലേ എന്ന് പറയാൻ പറ്റില്ല, ഭൂമിയാകുന്ന കളിത്തട്ടിലേക്ക് അയച്ചിരിക്കുന്നത് എന്തിനാ? ഇത് നേടാനാണ്, ഈ ആനന്ദം അനുഭവിക്കാനാണ്. കാരണം ആനന്ദം വെളിയിലല്ല, പുറത്തല്ല, അകത്താണ്. അപ്പൊ ഈ ആനന്ദം അനുഭവിക്കാതെ നമുക്ക് തന്നിരിക്കുന്ന സമയത്തെ മിസ്യൂസ് ചെയ്ത് ചുമ്മാ ദുഃഖങ്ങളും വിഷമങ്ങളും ഒക്കെ പറഞ്ഞ് വരാനിരിക്കുന്നതിനെ കുറിച്ച് ഓർത്ത് ദുഃഖിച്ച് കഴിഞ്ഞ ചവറ്റുകുട്ടയൊക്കെ എടുത്ത് വെറുതെ വീണ്ടും വീണ്ടും പറഞ്ഞ് സമയം കളഞ്ഞ് എന്താ ദുഃഖം നമ്മൾ വരുത്തി വെക്കുകയാണ്. നമ്മള് സുഖസ്വരൂപികളാണ്, ദുഃഖങ്ങൾ നമ്മൾ വരുത്തി വെക്കരുത്. കാരണം അതിനൊന്നും ഉള്ള സമയമില്ല. നമ്മള് ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കണം, കാരണം സമയമില്ല അല്ലെ? റോബർട്ട് ഫ്രോസ്റ്റ് പറയുന്ന പോലെ ജവഹർലാൽ നെഹ്റുവിന്റെ ഓഫീസിൽ എന്താ എഴുതി വെച്ചിരുന്നത്? എനിക്ക് എന്താ പറയാ ഒരു ഒരു വളരെ നല്ലൊരു പാസേജ് ആണ്, ഇപ്പൊ മറന്നുപോയി. കാട്ടിക്കൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്, എന്താ പറയാ ഒരുപാട് ജോലികൾ ചെയ്യാനുണ്ട്, സമയം വളരെ കുറവാണ്. നല്ലൊരു പ്രോവർബാണ്, ഇതിനു മുമ്പേയൊക്കെ പറഞ്ഞിട്ടുണ്ട്. പെട്ടെന്ന് വന്നപ്പോ ചിലപ്പോ ചില ഇതൊന്നും ഓർമ്മ വരുന്നില്ല. അത് നമ്മൾ ഓർക്കണം. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ എന്താ ഈ ഭൗതിക കാര്യങ്ങളല്ല, ഇനിയും ആത്മാവിനെ അറിയാനുണ്ട്, ആത്മാവുമായിട്ട് ചേരാനുണ്ട്, ആ ആനന്ദത്തെ അറിയാനുണ്ട്. ഇവിടെ ദുഃഖങ്ങൾ പറഞ്ഞ് സമയം കളയരുത്. കാരണം കളഞ്ഞു കഴിഞ്ഞാൽ കളയുന്ന സമയം ഒന്നും നമുക്ക് തിരിച്ചു കിട്ടില്ല. ഒരു കാര്യമേ ഉള്ളൂ, ബാക്കിയെല്ലാം നേടിയെടുക്കാം അല്ലെ? ശരീരത്തിലെ ആരോഗ്യം നേടിയെടുക്കാം, ധനം പോയാലും നേടിയെടുക്കാം അല്ലെ? നാളെ ബന്ധങ്ങളെ നേടിയെടുക്കാം. പക്ഷെ ഈ ടൈം എന്ന് പറയുന്നത് ഇറ്റ് വിൽ നെവർ കം അഗെയിൻ. പോയ സമയം നമുക്ക് തിരിച്ചു കിട്ടില്ല. നമ്മളതിൽ ദുഃഖിക്കണം. കാരണം ഇനി തിരിച്ചു കിട്ടാത്തതെയാണ് നമ്മൾ നഷ്ടപ്പെടുത്തുന്നത്. ഓരോ നിമിഷവും നമ്മുടെ കൂടെ ഇരിക്കുന്ന ഈ അമ്മയെ അറിയണം അല്ലേ? നമ്മള് ജനിച്ച് വളരുമ്പോൾ നമ്മളെ പലരും വിട്ടുപോകുന്നു നമ്മൾ കാണുന്നുണ്ട്. നമ്മൾ പലരെയും വിടുന്നു, നമ്മളെ പലരും വിട്ടുപോകണു. അപ്പോഴൊക്കെ നമ്മൾ കരയണം അല്ലെ? നമ്മളെ കരയിപ്പിക്കുന്ന കാലസ്വരൂപനാണ് രുദ്രൻ. ഇപ്പൊ രുദ്രന്റെ പത്നിയായിരിക്കുന്ന രുദ്രാണി എന്ന് വിളിക്കുമ്പോൾ ഇതെല്ലാം ഓർത്തോണം. കാരണം കാലത്തിലൂടെ നമ്മൾ എല്ലാവരും യാത്ര ചെയ്യുന്നവരാണ്. അപ്പൊ ദേവിയുടെ നിയന്ത്രണത്തിലാണ് ഇതെല്ലാം എന്നതുകൊണ്ടാണ് നമ്മൾ രുദ്രാണി എന്ന് വിളിക്കുന്നത്. രുദ്രന്റെ പത്നിയാണില്ലേ? രുദ്രൻ അവിടെ ഒന്നും ചെയ്യുന്നില്ല, എല്ലാം ശക്തിയാണ് ചെയ്യുന്നത്. ശിവൻ അവിടെ എന്താ സ്റ്റാറ്റിക് ആണ്, അനങ്ങുന്നില്ല. അപ്പൊ ഇവിടെ എല്ലാം ശക്തികളാ ചെയ്യുന്നത്. ബ്രഹ്മാവിന്റെ പത്നി അല്ലെ, വിഷ്ണുവിന്റെ പത്നി, രുദ്രന്റെ പത്നി, ഈശ്വരന്റെ പത്നി, സദാശിവന്റെ പത്നി. ഭക്തിമാരായിരിക്കുന്ന ശക്തിമാരാണ് ചെയ്യുന്നത്. അപ്പൊ രുദ്രനെ വിളിക്കുമ്പോ എന്താ നമ്മൾ അറിയേണ്ടത്? രുദ്രാണി എന്ന് ഞാൻ വിളിക്കുകയാണ്. അമ്മ ഈ കാലത്തെ ഓർമ്മിപ്പിച്ചുകൊണ്ട് എന്റെ ഈ ശരീരം തന്നിരിക്കുന്നത് കുറച്ച് സമയത്തേക്കാണെന്ന് ഞാൻ അറിയണു. കാലത്തിലൂടെ ഇതും ഞാനും ഉപേക്ഷിക്കേണ്ടി വരും. കാരണം അപ്പൊ ഞാൻ കരയില്ല. കാരണം ഐ ഹാവ് യൂട്ടിലൈസ്ഡ് മൈ ടൈം. എന്റെ ടൈമിനെ നന്നായിട്ട് ഉപയോഗിച്ചു. എനിക്ക് അമ്മയെ കുറിച്ച് അറിയാനും ജപിക്കാനും അമ്മയോട് അടുക്കാനും. കാരണം ഞാൻ വന്നു ചേരേണ്ടത് അമ്മയുടെ അടുത്താ. ഇവിടെ ഞാൻ പെർമനന്റ് ഇല്ല. ഭൂമിയിൽ ഒരു നിമിഷം പോലും ഈ ശരീരം വിട്ടു കഴിഞ്ഞാൽ നിൽക്കാൻ പറ്റില്ല. വായുമണ്ഡലത്തിൽ ശ്വസിക്കാൻ അവയവമില്ലാത്ത ഒരു ജീവൻ എങ്ങനെ നിൽക്കും അല്ലേ? നമുക്ക് ശ്വസിക്കാൻ എന്താ പറയാ നാസികയില്ല, മണക്കാൻ മൂക്കില്ല, കേൾക്കാൻ ചെവിയില്ല, ഒരു ഇന്ദ്രിയങ്ങളും ഇല്ല. എല്ലാം ഈ ശരീരത്തോടു കൂടി പോയി. അപ്പൊ പിന്നെ എന്താ ഉള്ളത്? ജസ്റ്റ് ഒരു ടെൻഡൻസി. എന്താണോ പ്രകൃതി വിധിക്കുന്നത് അതനുസരിച്ച് നമ്മൾ പോകണം. ഇതൊക്കെ ഉണ്ടായിരുന്നപ്പോ ചെയ്തില്ല എന്ന് പറഞ്ഞ് വിഷമിച്ചിട്ട് കാര്യമുണ്ടോ? ഉള്ളപ്പോ ചെയ്യണം. എന്തുകൊണ്ട് ചെയ്യാൻ പറ്റുന്നില്ല? രുദ്രാണി എന്ന് വിളിക്കുമ്പോ അമ്മയെ ഞാൻ കാലത്തെ ഓർക്കുന്നു അമ്മേ. കാരണം ജനിച്ചപ്പോ മുതൽ അമ്മ എന്റെ കൂടെ ഉണ്ട്. എന്നെ പതുക്കെ പതുക്കെ ഗ്രേസ്ഫുള്ളി ഒരു സന്തോഷം, ഗ്രേസ്ഫുള്ളി എന്ന് പറഞ്ഞാൽ വളരെ മനോഹരമായിട്ട് നമ്മളെ വളർത്തിയെടുത്ത് ആ ഒരു മരണം എന്ന് പറയുന്ന മരണം അല്ല, ജസ്റ്റ് ട്രാൻസ്ഫർമേഷൻ. മരണമില്ല ശരീരത്തിന്. ഇവിടെ ജനിച്ചതൊന്നും കൂടുതൽ ഉണ്ടാകുന്നില്ല, കുറവും ഉണ്ടാകുന്നില്ല. ട്രാൻസ്ഫോംഡ് ആണ്. കാരണം കൂടുതൽ ഇപ്പൊ കുറച്ച് സാധനങ്ങൾ ഉണ്ടായി, ഇവിടെ കുറച്ച് മോളിക്യൂൾസ്, ഇനിയും കുറച്ച് ആ മോളിക്യൂൾ ഉണ്ടാകുമോ എന്ന് വെച്ചാൽ ഇല്ല. ഉള്ളത് ഫിക്സഡ് ആണ്. ഫിക്സഡ് മാറ്റങ്ങൾ. അതുകൊണ്ടാണ് ഒന്ന് ചീഞ്ഞാൽ മറ്റതിന് വളർന്ന് പറയുന്നത്. മാറ്റങ്ങൾ മാത്രമേ സംഭവിക്കുന്നുള്ളൂ. ഒന്ന് വേറൊന്നാകുന്നു. ഈച്ച ചത്ത് പൂച്ചയാകുന്നു എന്നൊക്കെ പൂന്താനം പാടിയതുപോലെ ഒന്ന് മറ്റൊന്നായി തീരുന്നു. അപ്പൊ ഈ എന്താ പറയാ കാലത്തിലൂടെ ഇത് നടത്തുന്ന ആളിന്റെ പേരാണ് രുദ്രൻ. ഭഗവാന്റെ വേറൊരു പേരാണ് അല്ലെ? രുദ്രന്റെ പത്നിയായിരിക്കുന്ന അമ്മേ എനിക്ക് എപ്പോഴും രുദ്രാണി എന്ന് വിളിക്കുമ്പോൾ ഇത് ഓർക്കുക. അപ്പൊ ദേവിയുടെ നിയന്ത്രണമാണെന്ന് ഞാൻ ഓർക്കുകയാണ്. ഞാൻ അമ്മയെ ഭജിക്കണു. അതുകൊണ്ട് എനിക്ക് കാലഭയം ഉണ്ടാവില്ല. പിന്നെ എന്താ വിളിക്കുന്നത്? ശിവ ശിവ. ഏറ്റവും മനോഹരമായിരിക്കുന്ന രണ്ടക്ഷരമാണ് ശിവ എന്നുള്ള പേര് അല്ലെ? ഭവപത്നിയായിരിക്കുന്ന ഭവാനി. എന്നിട്ട് എന്താ വിളിക്കുന്നത്? ശിവ ശിവ എന്നാ വിളിക്കുന്നത്. ശിവൻ മംഗളത്തെ തരുന്നവൻ. അപ്പോ എന്താ പറയാ, ഭവാനി എന്ന് പറഞ്ഞാൽ എല്ലാത്തിനെയും ഭവിപ്പിക്കുന്നവള് ഭവാനി. ഇങ്ങനെ ജപിക്കുന്നവനായിട്ട് ജനനം യാതു, അതായത് ജീവിക്കുന്നവനായിട്ട് ഞാൻ തീരട്ടെ. ഇനി എത്ര ജന്മങ്ങൾ എടുത്താലും അമ്മയെ മറക്കാതെ അമ്മയുടെ നാമങ്ങൾ ജപിക്കുന്നവനായിട്ട് എനിക്ക് ജനിച്ചാൽ മതി അമ്മേ. എനിക്കിവിടെ ഏറെ യാതൊരു ആഗ്രഹങ്ങളും ഇല്ല. അതുപോലെ ശങ്കരാചാര്യ സ്വാമികൾക്ക് ശേഷം ആ ഒരു മുകുന്ദമാലയില് ഈ കുലശേഖര ആഴ്വാരെന്ന് പറയും.
അദ്ദേഹം ഇതേപോലത്തെ വാക്കുകളാണ് പറഞ്ഞിരിക്കുന്നത്. വിഷ്ണു സ്തുതികളാണ് അദ്ദേഹം എഴുതിയത്. അദ്ദേഹം എഴുതിയ മുകുന്ദമാല എന്ന് പറയുന്ന മനോഹരമായിരിക്കുന്ന വിഷ്ണു സ്തുതിയിൽ ഇതുപോലെ ഇവിടെ നമ്മുടെ കേരളത്തിൽ ജനിച്ച ആളാണ്. കൊടുങ്ങല്ലൂരിനടുത്ത് തിരുവഞ്ചിക്കുളം എന്ന് പറയുന്ന സ്ഥലത്ത് ചക്രവർത്തിയായിരുന്ന ആളാണ് അദ്ദേഹം. കുലശേഖര പെരുമാൾ എന്നായിരുന്നു പൂർവാശ്രമത്തിലെ നാമം. അദ്ദേഹം പിന്നീട് വൈഷ്ണവ ഭക്തനായിട്ട് കുലശേഖര ആഴ്വാർ എന്ന പേരിൽ അറിയപ്പെട്ടു. നല്ല മുകുന്ദമാല എന്ന് പറയുന്ന അനേക ശ്ലോകങ്ങൾ കോർത്ത ഒരു മാലയാണത്. ഇതുപോലെ എനിക്കിവിടെ ജീവിച്ചാലും ഇനി എത്ര ജന്മങ്ങൾ തന്നാലും ഭഗവാനെ ആ നാമങ്ങൾ മാത്രം എന്റെ നാവിൽ വരട്ടെ എന്ന് പറഞ്ഞിരിക്കണം. അപ്പൊ അതുപോലെ എന്താ പറയാ, നമ്മളെ എല്ലാ മലയാള മാസവും ചിങ്ങ 1 എന്ന് നമ്മൾ ആരംഭിച്ചത് ഈ കുലശേഖര ആഴ്വാരാണ്. ചിങ്ങം 1-ാം തീയതി നമ്മുടെ മലയാള മാസമായിട്ട് എടുത്തത്. അപ്പൊ ഇതിന്റെ എന്താ പറയാ, ആ ഈ ഒരു ശ്ലോകത്തില് ഈ പറയുന്ന ഭവാനി, രുദ്രാണി എന്നൊക്കെ പറയുന്ന എന്താ, ആ ഒരു ശിവ എനിക്ക് ഈ നാമങ്ങൾ കൊണ്ട് തന്നെ മോക്ഷം കിട്ടും. അമ്മയുടെ പ്രധാനപ്പെട്ട മോക്ഷദായകമായിരിക്കുന്ന നാമങ്ങളാണ് ഈ പറയുന്നത്. 2 നാമം ശിവ എന്ന് പറഞ്ഞാൽ തന്നെ മതി, മോക്ഷമാണ് അല്ലെ. എന്താ, ശകാരത്തിൽ ഈങ്കാരം ചേർന്ന് വകാരം എന്ന് പറയുന്ന യാത്ര. അപ്പൊ ശി എന്ന് പറഞ്ഞ ഒറ്റ വാക്ക് മതി അല്ലേ. അതിനെയാണ് നമ്മൾ മുക്തി പഞ്ചാക്ഷരിയില് നാമം എന്ന് പറയുന്നത്. മുക്തി പഞ്ചാക്ഷരി ശി ആണ്. ശ എന്ന് പറയുന്ന സ്റ്റാറ്റിക് ശിവനും ഈങ്കാരമാകുന്ന ദേവിയും. വെറും ശി എന്ന് പറഞ്ഞാൽ പോലും മതി. അത്രയ്ക്ക് ഉയർന്ന നാമമാണ് ശിവ എന്നുള്ളത്. അപ്പൊ നമ്മളെ എന്താ പറയാ, ഇനി അടുത്ത ശ്ലോകത്തില് ദേവിയെ ശ്യാമളയായി കണ്ടിട്ട് താൻ ചെയ്തു പോയ അപരാധങ്ങൾ ക്ഷമിക്കണേന്ന് പറയാണ്. കാരണം ശങ്കര ഭഗവത്പാദര് എന്താ പറയാ, ഓരോ അമ്മയുടെ ഭാവത്തെ അനുസരിച്ചാണ് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. കാരണം ഇനി അടുത്തതായിട്ട് എന്താ, ഇപ്പൊ ഇതുവരെ മൃഡാനി, രുദ്രാണി, ഭവാനി, ശിവ ഇതെല്ലാം പറഞ്ഞു. ഇനി അടുത്തതിൽ ശ്യാമളയായിട്ട് കണ്ടിട്ട് എന്താ പറയണമെന്ന് നമുക്ക് നോക്കാം. ഇത് 9-ാമത്തെ ശ്ലോകമാണ്. കാരണം ഇനി വരുന്ന 2 ശ്ലോകങ്ങളും എല്ലാം തന്നെ ഒരു എന്താ പറയുക കൺക്ലൂഷൻ പോലെ വരും. അപ്പൊ 9-ാമത്തെ ശ്ലോകം, നരാധിദാസി വിധിന വിവിധോപചാരൈഹി കിം രൂക്ഷ ചിന്തനപരേ കൃതം വജോബി ശ്യാമേ ത്വമേവ യതി കിഞ്ചനമയ്യനാഥേ ധന്യേ കൃപാം ഉചിതമമ്പ പരം തവൈവ. അല്ലയോ അമ്മേ ശ്യാമളെ, വിധിപ്രകാരമുള്ള വിവിധ ഉപചാരങ്ങളാൽ ഞാൻ നിന്നെ പൂജിക്കുക ഉണ്ടായിട്ടില്ല. രൂക്ഷങ്ങളായിട്ടുള്ള ദുർവചനങ്ങൾ ഞാൻ പലതും പറഞ്ഞു പോയിട്ടുമുണ്ട്. അനാഥനായ എന്നിൽ അവിടത്തേക്ക് അല്പം കൃപ തോന്നുന്നുണ്ടെങ്കിൽ അത് അവിടത്തെ ഔചിത്യ ബുദ്ധി ഉള്ളത് കൊണ്ട് മാത്രമാണ്. അപ്പൊ എന്താ പറയുന്നത്, അമ്മയോട് എന്താ പറയണത്? അമ്മയോട് പറയണു, ഞാൻ വിവിധ ഉപചാരങ്ങളെ കൊണ്ട് അമ്മയെ ആരാധിച്ചിട്ടില്ല. ത്വം മയാ ന ആരാധിതാസി, അമ്മയെ അതിന്റെ രീതിയിൽ ഞാൻ ആരാധിച്ചിട്ടില്ല. യു ഹാവ് നോട്ട് ബീൻ വേർഷിപ്പ് ബൈ മീ. പൂജാവിധികളിലൂടെ ധാരാളം പൂജാവിധികൾ ഉണ്ടല്ലേ, എത്ര ഉപചാരങ്ങൾ അമ്മയ്ക്ക് കൊടുക്കാം, അതിൽ ഒരെണ്ണം പോലും ഞാൻ സ്വീകരിച്ചിട്ടില്ല. പഞ്ചോപചാരം, ഷോഡശോപചാരം, ചതുഷ്ഷഷ്ടി ഉപചാരം, ഒരു ഉപചാരങ്ങളും ഞാൻ പഠിച്ചിട്ടുമില്ല. പിന്നെയാണെങ്കിലോ കിം രൂക്ഷ ചിന്തന പരേർ നാ കൃതം വജോബി, ഞാൻ രൂക്ഷമായിട്ടുള്ള അതായത് ധ്യാനം മുതലായവ ഒന്നും ചെയ്തിട്ടില്ല. കുറച്ച് ബുദ്ധിമുട്ടാണ് ഇതൊക്കെ ചെയ്യാൻ അല്ലേ. നാ കൃതം വജോബി, സ്തുതികളെ കൊണ്ടും സ്തുതിച്ചിട്ടില്ല. ദേവി നാമങ്ങളോ കീർത്തനങ്ങളോ ഒന്നും ചെയ്തിട്ടില്ല എന്നാ പറയുന്നത്. അല്ലയോ ശ്യാമള ദേവി, ഇവിടെ അമ്മയെ വിളിക്കുന്ന എന്താ, ശ്യാമള. അതിനൊരു കാരണം ഉണ്ടായിരിക്കും. അതുകൊണ്ടാണല്ലോ ഓരോന്നിലും ഓരോ കാരണം വെച്ചിട്ട് അമ്മയെ വിളിക്കണം അല്ലെ. അല്ലയോ ശ്യാമളാദേവി, അനാഥനായ എന്റെ നേർക്ക് അല്പം കാരുണ്യം ഉണ്ടാകുമെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും രക്ഷപ്പെടും. അപ്പൊ അമ്മ എന്റെ നേരെ കാരുണ്യം ഉണ്ടാകണം. മകൻ അമ്മയെ ഉപേക്ഷിച്ചാലും അമ്മ മകനെ ഉപേക്ഷിക്കുകയില്ല. അതുകൊണ്ട് എന്താ, ആ ഒരു ധന്യമായിരിക്കുന്ന എന്റെ അമ്മ എന്റെ നേരെ കാരുണ്യം കാണിക്കുന്നത് പരമുചിതമായിരിക്കും. അതാണ് ഉചിതം. കാരണം ഞാൻ ഇങ്ങനെയൊക്കെ ആയിപ്പോയി. അതുകൊണ്ട് എന്താ, അമ്മയ്ക്ക് അത് മോശം വരരുത്. അമ്മ എന്ത് വേണം, എന്നോട് കാരുണ്യം കാണിക്കണം. ഇതാണ് അമ്മമാരുടെ സ്വഭാവം. കാരണം എത്ര കൃതജ്ഞരായിരിക്കുന്ന മക്കളെ പോലും അമ്മ കൈവിടുന്നില്ല. ഇതാണ് അമ്മയുടെ ധർമ്മം. അപ്പൊ ഇത് എന്താ, എല്ലാവരും ചെയ്യുന്നതാണ്. പക്ഷെ ജഗദംബികയായിരിക്കുന്ന അമ്മ ചെയ്തില്ലെങ്കിൽ, കാരണം എന്താ പറയാ, അമ്മയ്ക്ക് തന്നെയാണ് അതിന്റെ കുറവ് വരിക അല്ലെ. ഇനി എങ്കിലും അമ്മയെ കീർത്തിക്കുവാനും പൂജിക്കാനുമുള്ള അനുഗ്രഹം എനിക്ക് തന്ന് എന്നെ അനുഗ്രഹിക്കണേ. അതായത് അനുഗ്രഹം ഇല്ലാത്തത് കൊണ്ടാണ് എനിക്ക് അമ്മയെ പൂജിക്കാത്തതും ജപിക്കാനും അമ്മയുടെ അനുഗ്രഹം ഇല്ലെങ്കിൽ സാധിക്കില്ല. ഇതുവരെ ചെയ്തില്ല, പക്ഷെ ഇനി എന്നെ ചെയ്യാൻ സഹായിക്കണേ, അനുഗ്രഹിക്കണേ എന്ന് പറയുകയാണ്. 9-ാമത്തെ ശ്ലോകം. ഇനി അടുത്ത 10-ാമത്തെ ശ്ലോകം നമുക്ക് നോക്കാം. ആപൽ സുമഗ്ന സ്മരണം ത്വദീയം കരോമി ദുർഗേ കരുണാർണവേഹി നൈത ഛടത്വം മമ ഭാവയേധാഹ ക്ഷുത തൃഷാർത്ഥ ജനനീം സ്മരന്തി. ആപൽ സുമഗ്ന സ്മരണം ത്വദീയം കരോമി ദുർഗേ കരുണാർണവേഹി നൈത ഛടത്വം മമ ഭാവയേധാഹ
ക്ഷുധാ തൃഷാർത്ഥ ജനനീം സ്മരന്തിം. ആപത്തുകളില് കുടുങ്ങിപ്പോയപ്പോ ഞാനിതാ കരുണാനിധിയായിരിക്കുന്ന അവിടത്തെ സ്മരിക്കണു. അമ്പേ ദുർഗാ ഭഗവതി, ഇതെന്റെ ആ ഒരു ഷഠത്വം കൊണ്ടാണെന്ന് കരുതരുതേ. വിശപ്പും ദാഹവും കൊണ്ട് വലയുന്ന കുട്ടികൾ അമ്മയെ ഓർമ്മിക്കുമല്ലോ. കുട്ടികൾ എപ്പോഴാ അമ്മയെ ഓർമ്മിക്കുന്നത്? വിശപ്പും ദാഹവും ഉണ്ടാവുമ്പോ അല്ലെ. ഇപ്പൊ അതുപോലെ ഞാൻ എന്താ ചെയ്യണത്? ആപത്തുകളിൽ കുടുങ്ങിയപ്പോ ഞാനിതാ കരുണാനിധിയായിരിക്കുന്ന അവിടത്തെ സ്മരിക്കുകയാണ്. അപ്പൊ അമ്പേ ദുർഗാ ഭഗവതി എന്ന് വിളിക്കുക. കാരണം ഇവിടെ അമ്മയെ എന്താ വിളിക്കുന്നത്? ദുർഗാ ഭഗവതി. ഇതെന്തുകൊണ്ടാ? എന്റെ ഷഠത്വം കൊണ്ടാണ്. അതാണെന്ന് അമ്മ വിചാരിക്കരുത്. കാരണം ഇത് ഞാൻ ഷഠത്വം കൊണ്ടല്ല അങ്ങനെ ചെയ്തത്. വിശപ്പും ദാഹവും കൊണ്ട് വലയുന്ന കുട്ടികൾ അമ്മയെ ഓർക്കുന്നല്ലോ. അതുപോലെ ഞാനിപ്പോ എന്താ ഈ വിഷമഘട്ടത്തിൽ അമ്മയെ വിളിക്കുകയാണ്. അഹം ത്വദീയം സ്മരണം കരോമി ആപൽസു ആപൽസു മഗ്ന ദുർഗേ കരുണാർണവേ. കാരണം ഇങ്ങനെയൊക്കെ എന്താ പറയാ, അമ്മയെ വിളിക്കണു, കൂടുതൽ കൂടുതൽ സ്നേഹത്തിൽ വിളിക്കുകയാണ്. എപ്പോഴാണ് എന്നതിന് ആപത്തുകളിൽ കുരുങ്ങിയപ്പോഴാണ് ഞാൻ വിളിച്ചത്. എപ്പോഴാ വിളിച്ചത്? അതുവരെ ഞാൻ വിളിച്ചില്ല അല്ലെ. അപ്പൊ ദുർഗ എന്ന് പറഞ്ഞാലുള്ള അർത്ഥം എന്താ? ഇവിടെ വളരെ മനോഹരമായിരിക്കുന്ന അമ്മയുടെ നാമമാണ് ദുർഗ. അപ്പൊ ദുർഗ എന്നുള്ള അർത്ഥം എത്ര പറഞ്ഞാലും ദുർഗാ സഹസ്രനാമം വരെ ഉണ്ട് ഇല്ലേ. ദുർഗ എന്ന് വിളിച്ചാൽ എന്താ? ആപത്തിൽ കുടുങ്ങുമ്പോൾ വിളിക്കുന്നവളാണ് ദുർഗ. ദുർഗയുടെ അർത്ഥം ഒന്നും അറിഞ്ഞിട്ടല്ല ഞാൻ വിളിച്ചത്. ദുർഗമൻ എന്ന് പറയുന്ന അസുരനെ കൊന്നത് കൊണ്ടാണ് ദുർഗ എന്ന് കേട്ടിട്ടുണ്ട്, അത്രയൊക്കെ ഉള്ളൂ. പക്ഷെ വിഷമഘട്ടത്തില് ദുർഗയെന്ന് വിളിച്ച് കരഞ്ഞാല് ഉറപ്പായിട്ടും ഈ അമ്മ ദുർഗേ സ്മൃത ഹരസി ഭീതി മശേഷ ജന്തോ സ്വസ്ഥേ സ്മൃത മതി അതീവ ശുഭാം ദദാസി ദാരിദ്ര്യ ദുഃഖ ഭയഹാരിണി കാത്തു തന്നെയ. ആ ദേവി എന്താ ദുർഗ എന്നുള്ള നാമത്തിൽ വിളിക്കുന്നേ? ദുർഗേ സ്മൃത. അമ്മയൊന്ന് വിചാരിച്ചാ മതി, ദുർഗ എന്നുള്ള ഒരു നാമം ഒന്ന് ചിന്തിച്ചാ മതി. അമ്മ എന്ത് ചെയ്യും? ഹരസി ഭീതി മശേഷ ജന്തോ, എല്ലാവരുടെയും ഭയത്തെ ഇല്ലാതാക്കുന്നവളാണ് ദുർഗ അല്ലേ. അപ്പൊ ആ ദുർഗ എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ എന്താ? അനന്ത എന്നാണ് അല്ലെ. ദുഃഖേന ഗന്ധും ശക്യ. ആരെ പ്രാപിക്കാൻ നമുക്ക് ക്ലേശമുണ്ടോ? കാരണം മനസ്സുകൊണ്ടോ വാക്കുകൊണ്ടോ ഗ്രഹിക്കാൻ കഴിയുന്നവളല്ല ദേവി. അനന്ത സ്വരൂപിണിയാണ് ദേവി. നമ്മുടെ കരണങ്ങളെ കൊണ്ട് ഒരിക്കലും പ്രാപിക്കാൻ പറ്റാത്തത്. ഏതോ വാചോ നിവർത്തന്റെ അപ്രാപ്യ മനസ്സ് സഹ എന്ന് പറയുന്ന പോലെ ഏതൊരു ബ്രഹ്മത്തെ കുറിച്ച് വേദങ്ങൾ പറഞ്ഞു, വാക്കിനും മനസ്സിനും അപ്പുറത്ത്, വാക്കിനും മനസ്സിനും പ്രവേശിക്കാൻ പറ്റാത്ത സ്ഥാനമാണ് ദുർഗയുടെ സ്വധാമം. അപ്പൊ യഥാർത്ഥ ദുർഗയെ മനസ്സുകൊണ്ടോ കരണങ്ങൾ കൊണ്ടോ ബുദ്ധി കൊണ്ടോ അറിയാൻ പറ്റുന്നതല്ല. എന്നാൽ ദുർഗ എന്നുള്ള വാക്കിന് ആ ഒരു താത്വിക അർത്ഥം നമ്മൾ ഇങ്ങനെ കണ്ടാലും വേറൊരു അർത്ഥമുണ്ട്. എന്താ? ദുർഗമൻ എന്ന് പറയുന്ന അസുരനെ വധിച്ചത് കൊണ്ട് ദുർഗ എന്നുള്ള നാമധേയം. ശരിക്കും അനന്ത ദേവിയുടെ എന്താ പറയാ, ആ ഒരു ദേവിയുടെ ഒരു ഉപനിഷത്തുണ്ട്, ദേവിയോ ഉപനിഷത്ത്. അതിൽ പറയണു അനന്ത. അനന്ത എന്ന് പറഞ്ഞാൽ അനന്തമായിരിക്കുന്നവൾ, എത്തിച്ചേരാൻ പറ്റാത്തവൾ. നമുക്ക് ഒരുപാട് കിടങ്ങുകള്, ഒരുപാട് ദുർഗമങ്ങളെ കടന്ന് അവിടെ ചെന്നാൽ മാത്രമേ അമ്മയെ കാണാൻ പറ്റൂ. അത് ശരീരമോ വാക്കോ മനസ്സോ കൊണ്ട് പറ്റില്ല. അതിനപ്പുറം നിൽക്കുന്നവൾ. സാധാരണ തലത്തിൽ നിൽക്കുന്ന മനുഷ്യരെ അമ്മയെ വിളിക്കുമ്പോ എന്താ കാണേണ്ട അർത്ഥം? ദുർഗമൻ എന്ന് പറയുന്ന അസുരനെ വധിച്ച് കിട്ടിയ പേരാണ് ദുർഗ എന്നുള്ള നാമധേയം. പിന്നെ ദേവി ദുർഗങ്ങളിൽ വസിക്കുന്നവളാണ്, പർവ്വതങ്ങളിൽ വസിക്കുന്നവളാണ് ദേവി. ഇപ്പൊ വിന്ധ്യാപർവ്വതം, കൈലാസ പർവ്വതം അല്ലെ, ദേവി വസിക്കുന്ന സ്ഥലങ്ങൾ നമുക്കറിയാം. ദുർഗ എവിടെയാ ആദ്യമായിട്ട്? വിന്ധ്യാചല നിവാസിനിയാണ്. വിന്ധ്യാചലത്തിലെ അമ്മ വസിക്കുന്ന പർവ്വതങ്ങളിലാണ് ദേവിയുടെ വാസം. ഇപ്പൊ കരുണാർണവേശി, ആ ശി എന്ന് പറഞ്ഞാല് ആ നിയന്ത്രിക്കുന്നവൾ. ആപത്തുകളിൽ നിന്ന് ആപത്തുകളിൽ മഗ്നമാവുമ്പോഴാണ് ഞാൻ അമ്മയെ വിളിക്കുന്നത്. സുഖമായിരിക്കുമ്പോഴൊക്കെ അമ്മയെ മറന്നു. ആപത്ത് വന്നപ്പോ ഞാൻ ഇത് അമ്മയെ സ്മരിക്കുന്നു. ഇതെന്റെ ചടത്വം ഒന്നുകൊണ്ടാണ് എന്ന് കരുതരുതേ. എന്റെ ചടത്വം എന്ന് പറഞ്ഞാൽ എന്താ? എന്റെ മൂഢബുദ്ധി കൊണ്ടാണ് അല്ലെ എന്ന് അമ്മ കരുതരുതേ. അമ്മ കൊച്ചുകുട്ടികൾ എങ്ങനെയാ സാധാരണ കൂട്ടുകാരുമായിട്ട് കൊച്ചുകുട്ടികൾ കളിക്കുമ്പോ എന്താ? അവരെപ്പം കളിച്ചുകൊണ്ടേയിരിക്കും അല്ലേ. അവരൊന്നും ശ്രദ്ധിക്കില്ല, ബാക്കിയുള്ളതൊന്നും ശ്രദ്ധിക്കില്ല. പക്ഷെ വിശപ്പും ദാഹവും വരുമ്പോ എന്താ ചെയ്യുക? അമ്മാന്ന് വിളിക്കും അല്ലെ. ക്ഷുധ തൃഷാർത്ഥ, വിശപ്പും ദാഹവും ഉണ്ടാകുമ്പോ അവർ അമ്മയെ വിളിച്ചാൽ എന്ത് ചെയ്യും? അമ്മ ഓടി വരുമില്ലേ. അമ്മയ്ക്ക് അറിയാം കുട്ടിക്ക് വിശക്കണമെന്ന്, എല്ലാം എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ടാവും ആ സമയത്തേക്ക്. അവര് വിളിച്ച ഉടനെ ഓടി വന്ന് അവരുടെ വിശപ്പിനെയും ദാഹത്തിനെയും മാറ്റുന്ന ആളാണ് അമ്മ. അതുപോലെ ഞാനോ, ഈ കുട്ടിയെ പോലെ, ഈ പറഞ്ഞ ശിശുക്കളെ പോലെ ഞാനും ഒരു ശിശുവാണ് അമ്മേ. എന്റെ സുഖങ്ങളിൽ അമ്മയെ മറന്ന് ഞാൻ കഴിഞ്ഞു. ഇപ്പോ എനിക്കിത് ആപത്ത് വന്നിരിക്കണു. ഇപ്പൊ അമ്മയെ വിളിക്കണു. അതുകൊണ്ട് എന്നെ മോശക്കാരനായിട്ട് കരുതരുതേ, ഷടത്വമുള്ളവനായിട്ട് കരുതരുതേ, അഹങ്കാരിയായിട്ട് കരുതരുതേ, എന്നെ ഉപേക്ഷിക്കരുത്. എല്ലാ കുട്ടികളും നല്ല കളിപ്പാട്ടങ്ങൾ കിട്ടിയാൽ എന്ത് ചെയ്യും? കളിയിൽ മുഴുകിയിരിക്കും അല്ലേ. എനിക്ക് എന്താ, അമ്മ നല്ല കളിപ്പാട്ടങ്ങൾ തന്നു, നല്ല വീട് തന്നു, നല്ലയിടത്ത് ജന്മം തന്നു.
നല്ല അച്ഛനമ്മമാരെ തന്നു, ഭാര്യ, മക്കള്, പണം, ഇല്ലേ, എല്ലാം തന്നു. ആ കളിപ്പാട്ടങ്ങൾ വെച്ച് ഞാൻ കളിച്ചുകൊണ്ടിരുന്നു അമ്മ. അമ്മയല്ലേ ഇതൊക്കെ എനിക്ക് തന്നത്. അപ്പൊ ഞാൻ കുറച്ച് സമയം അമ്മയെ മറന്നുപോയി. ഇപ്പൊ എനിക്ക് എന്താ ആപത്തെന്ന് പറഞ്ഞാൽ എന്താ? എനിക്ക് വേറെ ഒന്നുമല്ല, ഞാന് ഈ ശരീരം വിടണം, എനിക്ക് ഇവിടുന്ന് വരണം എന്നുള്ള ഒരു ബോധം എന്റെ ഉള്ളിൽ ഉണ്ടായി. അത് ആപത്തായിട്ട് ഞാൻ കാണുന്നില്ല അമ്മേ. കാരണം എന്താ? അമ്മ എന്റെ കൂടെ ഉണ്ടില്ലേ. അമ്മ എന്റെ ഭീതി, ഏറ്റവും വലിയ ഭയം മരണഭയമാണ് എന്ന് എല്ലാരും പറയും. നമുക്ക് എന്താ ജന്മ മൃത്യു ജരാ വ്യാധി, ഇതെല്ലാം നമ്മളെ ഭയപ്പെടുത്തുന്ന കാരണം ജന്മം ഭയമാണ്. ആ ജര, നമ്മുടെ ജരാനരകൾ ബാധിക്കുക, വാർദ്ധക്യം എന്ന് പറയുന്നത് ഭയമാണ്. പിന്നെ വ്യാധി, രോഗങ്ങൾ ഭയമാണ്. പക്ഷെ ഏറ്റവും വലിയ ഭയം ഏതെന്ന് വെച്ചാൽ മരണഭയം തന്നെയാണ്. മരിക്കുമ്പോൾ എന്ത് സംഭവിക്കണു, എങ്ങനെ ഞാൻ പോകും, ഈ ശരീരത്തിൽ നിന്ന് എന്റെ ജീവൻ എങ്ങനെ പുറത്തേക്ക് വരും, അല്ലെ? അപ്പൊ എനിക്ക് ദുസ്സഹമായിരിക്കണ വേദന ഉണ്ടാവുമോ, ഞാൻ എവിടേക്കാവും പോകുന്നത്, ഞാൻ ഇതുവരെ ഉണ്ടായിരുന്ന ആരും എന്റെ കൂടെ കാണില്ലല്ലോ, ഞാൻ ഒറ്റയ്ക്കല്ലേ. ഇതൊക്കെയാണ് മരണഭീതി. നമുക്ക് അജ്ഞാതമായിരിക്കുന്ന ഒരു ടെറൈൻ, വേറൊരു സ്ഥലത്തേക്കുള്ള ഒരു യാത്ര, അതിലുള്ള ഭയം. അപ്പൊ ഈ ഭയത്തെ, അതുകൊണ്ടാണ് പറയുന്നത് ദുർഗേ സ്മൃത ഹരസി ഭീതിമശേഷ ജന്തു എന്ന്. അപ്പൊ ഏത് ഭീതികളെ മാറ്റുന്ന ആളാണ് അമ്മ, അല്ലെ? അമ്മ ഉണ്ടെങ്കിൽ പിന്നെ നമ്മുടെ അമ്മയുടെ ആ കുഞ്ഞ് വിരളി പിടിച്ച് നടന്നാ പോരെ. ആ ദാരിദ്ര്യ ദുഃഖ ഭയ കാരണി കാത്തുതന്യ സർവോപകാരകരനായ സദാ ആർദ്ര ചിത്ത. ആർദ്ര ചിത്തയും കൂടെയാണ്, കഠിന ഹൃദയല്ല അമ്മ. വിളിച്ചാ വരുമെന്ന് മാത്രമല്ല, വളരെയധികം ആർദ്രതയോടുകൂടി സ്വന്തം മക്കളെ, വിഷമിക്കേണ്ട കുഞ്ഞെ, അഭയഹസ്തത്തോടുകൂടി, വരദഹസ്തത്തോടുകൂടി, ഇല്ലേ, നീ പേടിക്കണ്ട, ഭയപ്പെടണ്ട, ഞാനുണ്ട്, നിനക്ക് എന്താ വേണ്ടേ എന്ന് പറഞ്ഞ് നമ്മളെ കൊണ്ടുപോകാൻ റെഡിയായിട്ട് നിൽക്കുന്നതാണ്, അല്ലയോ അമ്മേ അവിടുന്ന്. ഈ കളിപ്പാട്ടങ്ങളൊക്കെ എനിക്ക് ഉപേക്ഷിക്കാൻ സമയമാ എപ്പോഴെങ്കിലും, ഇല്ലെങ്കിലും ഒന്നീ കാലം തട്ടിപ്പറിക്കും, ഇല്ലെങ്കിൽ ഞാൻ ഉപേക്ഷിക്കണം, എന്നെ കാലം കൊണ്ടുപോകും, ഇതിൽ ഏതെങ്കിലും ഒന്ന് സംഭവിക്കും. കളിപ്പാട്ടങ്ങൾ കളിച്ച് മതിയായി, എനിക്ക് എന്താ വേണ്ട, എനിക്ക് അമ്മയുടെ അടുത്ത് വരണം, എനിക്ക് ഇനി അമ്മയെ കണ്ടാ മതി. അങ്ങനെ അമ്മയെ ഓർത്ത് വിളിച്ചു, എന്നെ ഉപേക്ഷിക്കരുതേ എന്ന് പറയുകയാണ്. അപ്പോ എന്താണ് അടുത്ത ശ്ലോകം? അടുത്ത ശ്ലോകം എന്താണ്? ജഗദംബ വിചിത്രമത്ര കിം പരിപൂർണ കരുണാസ്തി ചേന്മയി അപരാധ പരമ്പരാവൃതം നഹി മാതാ സമുപേക്ഷതേ സുതം. ജഗദംബ വിചിത്രമത്ര കിം പരിപൂർണ കരുണാസ്തി ചേന്മയി അപരാധ പരമ്പരാവൃതം നഹി മാതാ സമുപേക്ഷതേ സുതം. അല്ലയോ അമ്മേ, എന്താണ് അമ്മ ചെയ്യുന്നത്? അമ്മേ, അവിടുന്ന് എന്നിലെ പരിപൂർണ കൃപയെ ചെയ്യുന്നുവെങ്കിൽ എനിക്കതിൽ ആശ്ചര്യമൊന്നും ഇല്ല. എന്താ, അമ്മമാരങ്ങനെയാണ്. അനവധി അപരാധങ്ങൾ ചെയ്തുവെങ്കിലും പുത്രനെ മാതാവ് ഒരിക്കലും ഉപേക്ഷിക്കുന്നില്ലല്ലോ. വീണ്ടും അത് തന്നെയാണ് പറയുന്നത്, അല്ലെ? അമ്മ പൂർണ്ണമായിട്ടും എന്നിലെ കൃപ കാണിക്കും എന്നെനിക്കറിയാം. അനവധി അപരാധങ്ങൾ ചെയ്തവനെങ്കിലും പുത്രനെ മാതാവ് ഉപേക്ഷിക്കുന്നില്ല, അല്ലെ? ഈ ലോകത്തിലും എന്താ പറയാ, അപ്പോ ഈ ലോകത്തിൽ മുഴുവനും അമ്പേ കിം വിചിത്രമത്ര, ഇതിൽ ഒന്നും പ്രത്യേകമായിട്ട് എനിക്ക് ആശ്ചര്യമായിട്ട് പറയാനില്ല. ഇതെന്താണ്? ലോക സ്വഭാവമാണ്. എല്ലാ മക്കളും അമ്മയെ മറക്കും, സുഖത്തിൽ മറന്നുപോകും, ദുഃഖത്തിൽ വിശപ്പും ദാഹവും ഒക്കെ വരുമ്പോ മാത്രമേ അമ്മയെ ഓർക്കുന്നുള്ളൂ, ഓർത്തെന്ന് വരികയുള്ളൂ. അപ്പൊ അത് വളരെ സാധാരണമാണല്ലേ, അതിനെ വളരെ സാധാരണമായിട്ട് ചിത്രീകരിക്കണം. ഇതൊരു വിചിത്ര കാര്യമൊന്നുമല്ല. ഇത്രയും നേരം അതിന് ഒരുപാട് ദുഃഖങ്ങളും ഒരു വിഷമങ്ങളും സോറിയൊക്കെ പറഞ്ഞു, ഇപ്പൊ പറയാണ് അതൊരു വലിയ കാര്യമല്ലേ, ഇത് സംഭവിക്കും. കാരണം എന്താ, അമ്മയല്ലേ ഈ പ്രപഞ്ചത്തിൽ ഇതിങ്ങനെ വർണ്ണ വൈവിധ്യത്തോടു കൂടി ഉണ്ടാക്കി എനിക്ക് കുറെ കളിപ്പാട്ടങ്ങൾ എന്തെന്ന് ഇവിടെ അയച്ചത്. അപ്പൊ ഞാൻ മറന്നുപോയി, അമ്മയാണ് ഇതിനെല്ലാം കാരണം. ഇപ്പൊ ചുരുക്കം തന്ന ആൾക്കായി എല്ലാ കുറ്റവും, അല്ലേ? അപ്പൊ നമ്മള് പക്ഷെ എന്താ, വിശപ്പും ദാഹവും വന്നപ്പോ അമ്മയെ ഓർത്തതുപോലെ, എന്താ ഇതൊക്കെ സാധാരണ കാര്യമല്ലേ അമ്മ. അമ്മയ്ക്ക് മയി എന്ന് പറഞ്ഞാൽ എന്താ, എന്റെ നേർക്ക് പരിപൂർണമായിട്ടുള്ള കാരുണ്യം ഉണ്ടെങ്കിൽ അപരാധ പരമ്പരാവൃതം സുതം. പരമ്പര, അപരാധങ്ങൾ ഒരു പരമ്പരയായിട്ട് ചെയ്തുകൊണ്ട് വരിക, ഒന്നും രണ്ടും അല്ല. പരമ്പര, ഒരു പരമ്പരാവൃതം, അപരാധങ്ങൾ മാത്രം, സുതം ഞാൻ മകൻ, അല്ലെ? അപരാധ പരമ്പരകള്, അല്ലെ, ഇങ്ങനെ ചെയ്തുകൊണ്ട്, ഒന്നും രണ്ടും അല്ല, അത് ഡെയിലി ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് ആവർത്തിക്കുന്നവനാണ് ഞാൻ. അപ്പൊ അതിൽ മുഴുകിയവൻ, നിരന്തരം പാപങ്ങളും അപരാധങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നവൻ. അപ്പൊ ഈ പുത്രനെ അമ്മ ഒരിക്കലും ഉപേക്ഷിക്കൽ. ഇനി ഇതിൽ കൂടുതലൊരു പുത്രന് മോശമാവാൻ പറ്റില്ല. കാരണം പറയണു, പാവങ്ങളെല്ലാം പരമ്പരകൾ പോലെ, ഒരാൾ ഒന്നോ രണ്ടോ പാവങ്ങളിലെ 10, 20, ഇത് അങ്ങനെയല്ല. പരമ്പര എന്ന് പറഞ്ഞാൽ എന്താ, അനേക വർഷങ്ങൾ ജനിച്ചപ്പോ മുതൽ ചെയ്തുകൊണ്ടിരിക്കുന്ന പാപങ്ങള്. അപ്പൊ ആ പരമ്പര പോലെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ പുത്രനാണ് ഞാൻ. അതുകൊണ്ട് എന്ത് വേണം, അമ്മ എന്നെ ഉപേക്ഷിക്കരുതേ. അമ്മ ഉപേക്ഷിക്കില്ല എന്ന് പറയണം, ഉപേക്ഷിക്കരുതേ എന്ന് പറയണില്ല ഇപ്പൊ. കാരണം എല്ലാം ടേക്കൺ ഫോർ ഗ്രാൻഡഡ്. അമ്മ എല്ലാം ക്ഷമിച്ചു എന്നൊരു തോന്നൽ വന്നു ഉള്ളിൽ. ഇപ്പൊ എന്താ പറയണത്,
അമ്മ ഇതൊക്കെയാണ് ലോക സ്വഭാവം, ഇങ്ങനെയാണ്. കളിപ്പാട്ടം കൊടുത്താൽ കുട്ടികൾ കളിക്കും, കുട്ടികളുടെ സ്വഭാവം അതല്ലേ. അതുപോലെയാണ് ഞാനും. കളിപ്പാട്ടങ്ങളൊക്കെ തന്നെ അയച്ചു, ഞാൻ കളിച്ചുകൊണ്ടിരുന്നു. അതുകൊണ്ട് ഇപ്പൊ എന്താ, അമ്മ ഈ ലോക സ്വഭാവം അമ്മയ്ക്ക് അറിയാലോ. അതുകൊണ്ട് അമ്മ എന്ത് വേണം? അമ്മ ക്ഷമിക്കണം. ഈ പുത്രനെ അമ്മ ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല. മക്കൾ എത്ര കൊള്ളരുതാത്തവരാണെങ്കിലും കള്ളന്മാരാണെങ്കിലും എല്ലാവരാലും വെറുക്കപ്പെട്ടവരായിരിക്കാം. അച്ഛനും സഹോദരങ്ങളും വെറുത്തു എന്ന് വരും. പക്ഷെ അമ്മയ്ക്ക് മക്കളെ വെറുക്കാൻ സാധ്യമല്ല. ഇതിൽ കൂടുതൽ എന്താ വേണ്ടത്? അമ്മയ്ക്ക് അമ്മയുടെ ആ ഒരു എന്താ പറയാ എക്സ്റ്റൻഷൻ ആണ് മക്കള്. അമ്മയുടെ ഉള്ളിൽ കഴിഞ്ഞവരാണ് അവര്. അവരുടെ ഒരു ഭാഗമായിട്ട് ഇരുന്ന കാരണം അവരുടെ ഉള്ളില് 10 മാസം ചുമന്ന് നടന്നതാണ്, ഒന്നായി ഇരുന്നതാണ്. ഇനി പുറത്തു വന്നാലും ആ ഒരു എന്താ പറയാ 2 3 വർഷം അവരെ പിരിയാതെ ജീവിച്ചവരാണ്. അമ്മമാർക്ക് ഇത് ആ ഒരു താതാത്മ്യം ഒരിക്കലും വിട്ടുപോവില്ല. കുട്ടിക്ക് വിട്ടുപോകാം, പക്ഷെ അമ്മയ്ക്ക് പോവില്ല. അച്ഛന് പോലും തന്റെ മക്കളെ പരിപാലിക്കുന്നതിൽ വലിയ റോളൊന്നും ഉണ്ടാവില്ല. കാരണം മക്കളെ വളർത്താൻ അവര് സമ്പാദിച്ചുകൊണ്ട് കൊടുക്കുന്നു മാത്രം. അമ്മമാരാണ് ആ ഒരു എന്താ പറയാ അമ്മമാര് ചെയ്യുന്നതിന്റെ 1000-ൽ 1 അംശം അച്ഛന്മാർക്ക് റോളില്ല. കാരണം അമ്മമാരുടേത് എന്താ, പൂർണ്ണമായിട്ട് ഒരു കുഞ്ഞിനെ മോൾഡ് ചെയ്തെടുക്കുക എന്നുള്ളത് അമ്മയാ ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ മക്കളെ നന്നായിട്ട് വളർത്തുന്നതിൽ അമ്മമാർക്കാണ് ഏറ്റവും കൂടുതൽ പങ്ക്. അതുകൊണ്ടാണ് മാതൃദേവോ ഭവ എന്ന് പറഞ്ഞ് നമസ്കരിക്കുന്നത്. അമ്മയുടെ അനുഗ്രഹം എന്ന് പറയുന്നതാണ് പൂർണ്ണ അനുഗ്രഹം. കാരണം അവർക്ക് ശപിക്കാൻ അറിയില്ല. അവര് ദേഷ്യം വെച്ചുകൊണ്ട് ഒരു കുഞ്ഞിനെ അനുഗ്രഹിക്കില്ല. കാരണം ബാക്കിയുള്ള എല്ലാം കപട അനുഗ്രഹങ്ങൾ. അച്ഛ, അമ്മ, ഗുരു ഇവരുടെ അനുഗ്രഹം മാത്രമേ നമുക്ക് ശിരസിൽ സ്വീകരിക്കാൻ പറ്റൂ. ആത്മാർത്ഥമായിട്ട് നമ്മളെ അനുഗ്രഹിക്കുന്ന 3 പേരേ ഉള്ളൂ, അല്ലെ. ഇപ്പൊ അച്ഛന്മാരെ പോലും ഇപ്പൊ വിശ്വസിക്കാൻ പറ്റില്ല. അപ്പൊ അമ്മയും നമ്മുടെ ഗുരുവും, കാരണം ഒരു ഗുരുരൂപിണിയാണ് അമ്മ. അപ്പൊ അമ്മ കൈവച്ചാൽ ഒരിക്കലും എന്റെ കുഞ്ഞിന് എന്താ മനസ്സിൽ എന്താ പ്രാർത്ഥിക്കുന്നത്? അവൻ മോശമായിരിക്കാം, ദേവി ക്ഷമിക്കണേ, എന്റെ കുഞ്ഞ് നന്നായി വരണേ എന്നേ ആ ഉള്ളിൽ നിന്ന് വരുള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് നമ്മള് എപ്പോഴും അമ്മയെ നമസ്കരിക്കണം. ഏത് വിദ്യ തുടങ്ങുന്നതിന് മുമ്പ് അമ്മയെ നമസ്കരിക്കണം. അതുകൊണ്ടാണ്. അപ്പൊ ഉത്തരവാദിത്തം ആർക്കാ? അമ്മയ്ക്കാ. ഉള്ളി കിടക്കുമ്പോ മുതല് ആ ജനിച്ച് വീഴുമ്പോ തുടങ്ങി കുഞ്ഞിനെ നല്ല ശീലങ്ങൾ പഠിപ്പിച്ച് നന്നായിട്ട് വളർത്തേണ്ടത് അമ്മയാണ്. മക്കളുടെ കാര്യത്തിൽ അമ്മയ്ക്കുള്ള പ്രഥമ സ്ഥാനം അതുകൊണ്ട് തന്നെയാണ് നമ്മള് ഈ മാതൃദേവോ ഭവ എന്ന് ആദ്യം പറയുന്നത്. അതുകൊണ്ട് തന്നെ പരമ്പരാവൃതം സുതം നഹി മാതാ സമുപേക്ഷതേ എന്ന് പറയാൻ കാരണം, എത്ര അപരാധങ്ങൾ ചെയ്താലും കൃതജ്ഞനാണെങ്കിലും അമ്മ തന്നെ എന്താ പറയാ എത്ര പ്രാവശ്യം എന്താ പറയാ ആ അമ്മയെ വിഷമിപ്പിച്ചാലും അമ്മേന്ന് വിളിച്ചാൽ മതി, അമ്മ അലിയും. നല്ല ആ ഒരു കരുതലും ഉണ്ടാകും. ഇപ്പൊ ജഗദമ്പയല്ലേ ഈ അമ്മ. സാക്ഷാൽ ചെറിയ ആളാണോ ഇയാള്? ജഗത്തിന്റെ മുഴുവൻ അമ്മയാണ് ഈ അമ്മ. ജഗദംബികയാണ്. ജഗത്തിന്റെ മാതാവായിരിക്കുന്ന ആ ദേവി എത്രയോ പേരെ അമ്മ കാണുന്നു. ഞാനും മറ്റുള്ളവരുടെ കൂട്ടത്തിൽ ഒരാൾ മാത്രം, ഞാൻ മാത്രം പ്രത്യേകമായിട്ട് അമ്മയെ ദ്രോഹിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. എല്ലാവരും അമ്മയെ ഉപദ്രവിച്ചിട്ടില്ലേ അമ്മേ? അതിന്റെ കൂടെ ഞാനും അറിയാതെ ചെയ്തു പോയി, അപരാധം ചെയ്തു പോയി. ഞാനിതാ തുറന്ന് വിഷമിച്ചുകൊണ്ട് അമ്മയുടെ മുമ്പിൽ ഞാൻ ഓരോന്നും ചെയ്തത് ഇതാ ഞാൻ ഏറ്റു പറയണു അമ്മ. അമ്മ ക്ഷമിക്കൂല്ലേ എൻ്റെ അടുത്ത്? അല്ലെ, എന്നെ പരിഗണിക്കണേ, രക്ഷിക്കണേ, അങ്ങനെ ചെയ്യാതിരിക്കല്ലേ അമ്മേ? കൂട്ടത്തില് എന്നെയും കൂട്ടണേ. അനേക പേര് പരമ്പരാവൃതം ഒരുപാട് പേരുണ്ട് അമ്മയെ മറന്നവരില്ലേ, ഒരു വലിയ കൂട്ടം. ആ കൂട്ടത്തിൽ ഞാനും ഇതാ ചേരുകയാണ്. ആ കൂട്ടത്തിൽ ഒരാളാണ് ഞാനും. അപ്പൊ എന്ത് വേണം? അമ്മ എന്നെ രക്ഷിക്കണമെന്ന് പറഞ്ഞ് അവസാനത്തെ ശ്ലോകത്തിലേക്ക് കടക്കുകയാണ്. 12ാമത്തെ ശ്ലോകം എന്താ പറയണത്? മത്സമ പാതകീ നാസ്തി പാപഗ്നി ത്വത്സമാനഹി ഏവം ജ്ഞാത്വാ മഹാദേവി യഥായോഗ്യം തഥാ കുരു. മത്സമ പാതകീ നാസ്തി പാപഗ്നി ത്വത്സമാനഹി ഏവം ജ്ഞാത്വാ മഹാദേവി യഥായോഗ്യം തഥാ കുരു. മഹാദേവി, എനിക്ക് തുല്യനായിട്ട് ഒരു പാപിയില്ല. പക്ഷെ എന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് അമ്മ. നിന്തിരുവടിയെ പോലെ പാപം നശിപ്പിക്കുന്നതായിട്ടും വേറെ ആരുമില്ല. ഈ പരമാർത്ഥം ഓർത്തു വെച്ചുകൊണ്ട് ചെയ്യേണ്ടത് എന്തോ അതിനെ ചെയ്താലും. ഇപ്പൊ മഹാദേവി, എനിക്ക് തുല്യനായിട്ട് ഒരു പാപിയില്ല. മത്സമ പാതകി നാസ്തി, എന്നെ പോലെ ഒരു പാപിയില്ല. നിന്തിരുവടിയെ പോലെ പാപം നശിപ്പിക്കുന്ന ഒരു മാതാവുമില്ല. നോക്കൂ, ജസ്റ്റ് അല്ലെ, ഈക്വലി ആൻഡ് ഓപ്പോസിറ്റ്. ഞാൻ ഏറ്റവും കൂടുതൽ പാപം ചെയ്യണത്, ഏറ്റവും കൂടുതൽ പാപത്തെ ക്ഷമിക്കുന്നത് അമ്മ. അപ്പൊ ഈ ഓപ്പോസിറ്റ് നിൽക്കുന്നവരെന്താ? ഓപ്പോസിറ്റ് ഫോഴ്സ് അട്രാക്ട്സ് എന്നാണ് അല്ലെ. അപ്പൊ അതുപോലെ ദേവി എന്താ ചെയ്യേണ്ടത്? ഞാൻ ഇങ്ങനെയൊക്കെ ആയിപ്പോയി, ഞാൻ ഏറ്റവും വലിയ പാപിയാണെങ്കിൽ ഏറ്റവും പെട്ടെന്ന് പാപത്തെ നശിപ്പിക്കാൻ കഴിവുള്ളവളാണ് അമ്മ. ഈ പരമാർത്ഥം ഓർത്തുകൊണ്ട് ചെയ്യേണ്ടത് എന്തോ അത് ചെയ്താലും അവസാനത്തെ പ്രാർത്ഥനയാണ് അല്ലെ. ആ പ്രാർത്ഥന അമ്മയ്ക്ക് വിട്ടുകൊടുക്കുകയാണ്. എന്താ? കുറ്റമേറ്റു പറഞ്ഞുകൊണ്ട് ആ ഒരു എന്താ പറയാ മത്സമ പാതകി നാസ്തി, എനിക്ക് സമ്മനനായിട്ട് പാതകം ചെയ്തിട്ടുള്ളവർ ആരും നാസ്തി ഇല്ല. അപ്പൊ ദുഷ്ടന്മാർ വേറെ ആരുമില്ല എന്നെ പോലെ. ഞാനാണ് ഏറ്റവും വലിയ പാതകി. എന്നാലോ അത്രയും വലിയ പാതകം ചെയ്താലും
ആ പാതകത്തെ ദഹിപ്പിച്ചു കളയാൻ കഴിവുള്ളവള്, നശിപ്പിച്ചു കളയാൻ കഴിവുള്ള ഒരാളാണ് എന്റെ അമ്മ. അവിടെ പറയണു വേറെ ആരുമില്ല, എന്റെ അമ്മ. അപ്പോ പാപഗ്നി ത്വൽ സമാനഹി, അമ്മയ്ക്ക് സമാനമായിട്ട് പാപങ്ങൾ ഹനിക്കുന്ന വേറെ ആരുമില്ല. വളരെ ക്ലിയർ ആയിട്ട് പറയാണ്, അമ്മ ക്ഷമിച്ചാൽ ഈ ലോകത്തുള്ള എല്ലാവരും എന്നോട് ക്ഷമിക്കും. അപ്പൊ അമ്മ എന്താ പറയാ, ഞാൻ എത്ര വലിയ പാപങ്ങൾ ചെയ്താലും അതിനെ നശിപ്പിച്ച് എന്നെ ആ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കാനുള്ള ആ ഒരു അനുഗ്രഹ ശക്തിയുള്ള ആളല്ലേ അമ്മ. അപ്പൊ എന്താ പറയാ, ത്വൽ സമ പാപഗ്നി നഹി ഏവം ജ്ഞാത്വ മഹാദേവി. ഇപ്രകാരം അമ്മ മനസ്സിലാക്കണം. അമ്മ ഇതാണ് സത്യം. അമ്മയ്ക്ക് അമ്മയെ കുറിച്ച് ഒന്നും അറിഞ്ഞൂടാ. ഞാൻ എത്ര മോശമാണോ അത്രയും നല്ലതാണ് എന്റെ അമ്മ. എന്ത് വേണം, ഇത് മനസ്സിലാക്കിയിട്ട് ഞാൻ പാപം ചെയ്യുന്നവനാണെന്ന് അമ്മയ്ക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അമ്മ അതെല്ലാം കളഞ്ഞിട്ട് എന്ത് വേണം, എന്റെ പാപങ്ങളെ അമ്മ നശിപ്പിച്ച് കളയണം. അമ്മ പാപങ്ങളെ നശിപ്പിക്കാൻ എക്സ്പേർട്ടാണ്. അതിലാണ് അമ്മ ഇരിക്കുന്നത്. അമ്മയ്ക്ക് ഒന്നും വേറെ ആരെയും ദ്രോഹിക്കാനോ വിഷമിപ്പിക്കാനോ ഒന്നും അമ്മയ്ക്ക് പറ്റില്ല. അപ്പൊ പാപങ്ങളെ പൊറുക്കുന്നവളാണ് ദേവി. എന്താണ് എല്ലാ ആ ഏറ്റവും വലിയ രക്ഷാ കവചമായിട്ടിരിക്കുന്നത് അമ്മയാണ്, അല്ലയോ അമ്മേ? ആ എല്ലാവരിലും വലിയവളായിട്ടിരിക്കുന്ന ഈ ജഗദംബികയായിട്ടിരിക്കുന്ന അമ്മ എന്ത് വേണം, ഞാൻ പറഞ്ഞതൊക്കെ ശ്രദ്ധിച്ച് കേട്ടിട്ട് യഥായോഗ്യം തഥാ കുരു. ഇത് തന്നെ ഭഗവത്ഗീതയുടെ അവസാനം ഭഗവാൻ പറയുന്നത് അല്ലേ, ആ യഥേച്ഛസി തഥാ കുരു. എല്ലാം കേട്ടു, 18 യോഗങ്ങൾ കേട്ടു. എങ്ങനെയാണ് അല്ലേ അർജുന, ഇന്നതാണ് ഇതുപോലെയാണ് എല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് എന്താ പറയണേ, ഞാൻ പറഞ്ഞതൊന്നും നീ കേൾക്കണമെന്ന് ഞാൻ പറയുന്നില്ല. വ്യാമിശ്രേത് തഥശീർഷാണി, നിനക്ക് ബുദ്ധി എന്ന് പറഞ്ഞൊരു സാധനം തന്നിട്ടുണ്ട്. ആ മൂശയിലിട്ട് നീ വീണ്ടും വീണ്ടും ചിന്തിക്കൂ. എന്നിട്ട് എന്താ, യഥേച്ഛസി തഥാ കുരു, നീ വേണ്ടത് എന്താന്ന് വെച്ചാൽ നീ ചെയ്യൂ. എല്ലാ മനുഷ്യരും ചിന്തിക്കാൻ കഴിവുള്ളവരാണ് അല്ലേ. അപ്പൊ ശരി തെറ്റുകളെ അറിയണം നമ്മള്. നമുക്ക് ബുദ്ധി എന്ന് പറഞ്ഞ ഒരെണ്ണമുണ്ട്, മനസ്സ് മാത്രമല്ല. അതിൽ വെച്ച് നമ്മൾ ചിന്തിച്ചുറപ്പിക്കണം. ഇവിടെ എന്താ ഭഗവത് പാദർ അങ്ങോട്ട് പറയുന്നത്, അമ്മയ്ക്ക് എല്ലാം അറിയാം, ഞാനൊന്നും ബുദ്ധിഹീനനാണ്. ഇവിടെ അമ്മ ഞാൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞു. എന്റെ ഭാഗത്തുള്ള സകലതും ഒരു കോടതിയിൽ പറയും പോലെ എല്ലാം തുറന്ന് 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 ഞാൻ എല്ലാം എന്റെ തെറ്റുകൾ, ഇതിപ്പോലും ഒരു ഏറ്റവും അവസാനം പറയുന്നത്, എന്നെപ്പോലെ ഒരു മഹാപാപി ഇല്ല. ഒരു പരമ്പരയായിട്ട് ഞാൻ കുറ്റം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നാലും എന്താ, ഇതെല്ലാം ഞാൻ തുറന്നു പറഞ്ഞു. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് യു ഡിസൈഡ്, അമ്മ തീരുമാനിക്കൂ. യഥായോഗ്യം തഥാ കുരു. എങ്ങനെയാണോ യോഗ്യമായിട്ടുള്ളത്, എന്ത് ശിക്ഷയാണോ അമ്മ എനിക്ക് വിധിക്കുന്നത്, അല്ലെ ഉചിതമായിരിക്കുന്നത്, ശരി എന്ന് തോന്നുന്നത് അമ്മ ചെയ്താലും ഞാൻ എല്ലാം അമ്മയ്ക്ക് വിട്ടുതരുന്നു. എന്റെ യോഗ്യത ഞാൻ പറഞ്ഞു. ഞാൻ മൂഢനാണ്, പാപിയാണ്, പാതകിയാണ്. എന്നാലും അമ്മയ്ക്ക് അമ്മയുടേതായിട്ടുള്ള ഒരു യോഗ്യതയില്ലേ. ഞാൻ എത്ര പാതകം ചെയ്താലും അതെല്ലാം ക്ഷമിക്കുന്നത് വാത്സല്യനിധിയായിട്ടുള്ള അമ്മയല്ലേ. അമ്മയുടെ യോഗ്യതയിൽ നിന്ന് താഴേക്ക് വരരുത്. അമ്മ അവിടെ തന്നെ ഇരിക്കൂ. എന്താ അർത്ഥം, അമ്മ ക്ഷമിക്കണം എന്നർത്ഥം. കാരണം അമ്മയുടെ യോഗ്യത എന്താ, എല്ലാം ക്ഷമിക്കുകയാണ് അമ്മയുടെ യോഗ്യത. അപ്പൊ അമ്മ അവിടെയും ഇരുത്തുകയാണ്. അമ്മ ആ യോഗ്യത ഒന്നും വിട്ട് താഴോട്ട് വരരുതേ. അമ്മയുടെ യോഗ്യത അമ്മ കളയല്ലേ എനിക്ക് വേണ്ടിയിട്ട്. അതുകൊണ്ട് എന്താ വേണ്ടേ, യഥായോഗ്യം തഥാ കുരു. എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ ചെയ്തോളൂ. പൂർണ്ണ ശരണാഗതിയാണ് ഈ ലൈനിലെ ഈ 2 വരികളില് അദ്ദേഹം ചെയ്യുന്നത് അല്ലെ. നമ്മളും ഇതുപോലെ തന്നെ ചെയ്യണം. കാരണം എല്ലാ അപരാധ ക്ഷമാപണവും ചെയ്തു കഴിഞ്ഞു അല്ലെ. ഇവിടെ ദേവി അപരാധ ക്ഷമാപണ സ്തോത്രം പൂർണ്ണമാവുകയാണ്. കാരണം ഓരോ വരിയും അർത്ഥം മനസ്സിലാക്കി വേണം നമ്മുടെ ജഗന്മാതാവായിരിക്കണം അമ്മയോട് മാപ്പ് പറയേണ്ടത്. ഈ കേട്ടതൊക്കെ വെച്ചിട്ട് നമ്മൾ നമ്മുടേതായിട്ടുള്ള ഒരു ഭാവന വികസിപ്പിക്കണം. നിത്യവും ഒരു നേരമെങ്കിലും നമ്മുടെ നാമജപാദികൾ കഴിഞ്ഞ് ദേവിയോട് സമർപ്പണം ചെയ്യണം. നല്ലതും ചീത്തയും ചെയ്തതും അല്ലെ, ചെയ്യാൻ ആഗ്രഹിച്ചതും എല്ലാം അവിടെ വെക്കണം. രാത്രി കിടക്കാൻ നേരത്താണെങ്കിൽ അല്ലെങ്കിൽ വൈകിട്ട് പൂജകൾ ജപങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഈ വെറും 12 ശ്ലോകങ്ങൾ, ഇല്ലെങ്കിൽ ഇതിന്റെ അവസാനത്തെ കുറച്ച് വരികളുണ്ട്, അതെങ്കിലും നമ്മൾ ബാഹ്യമായിട്ട് എങ്ങനെയാണോ കുളി കഴിഞ്ഞ് നമ്മൾ ബാഹ്യമായിട്ടുള്ള ശുചി എന്താ, നമ്മൾ ശരീരത്തെ വൃത്തിയാക്കുന്നു ഇല്ലേ. തലേ ദിവസം കിടന്നുറങ്ങി തമസാണ് നമ്മുടെ ശരീരം എന്ന് നമ്മൾ വിചാരിക്കണം. അതിനെ വൃത്തിയാക്കി ജലം കൊണ്ട് നമ്മൾ അതിനെ, മന്ത്രപൂരിതമായ ജലം കൊണ്ട് നമ്മൾ കുളിച്ചതിനെ ശുദ്ധമാക്കി വെക്കണ പോലെ നമ്മുടെ മനസ്സാണ് ഏറ്റവും ജഡം. ശരീരത്തിലുള്ള അഴുക്കുകളൊന്നും പ്രശ്നമല്ല, അത് കഴുകിയാൽ പോവും. മനസ്സിലുള്ള അഴുക്കുകളോ അതിങ്ങനെ നമ്മുടെ വാസനകളായിട്ട്, നമ്മുടെ പതിഞ്ഞിരിക്കുന്ന മായ ഉണ്ടാക്കുന്ന വാസനകളെല്ലാം തന്നെ വാസനാമയ ശരീരം. ആ ഇല്ലാത്ത മായ നമ്മുടെ ഉള്ളില്, നമ്മുടെ ആ ഒരു ജഗന്മാതാവായിരിക്കുന്ന നമ്മുടെ ജീവനെ മറച്ചുകൊണ്ട് ഒരു മൂടുപടം പോലെ ഇട്ടിരിക്കുന്നതില് ഓരോ ദിവസവും നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളുടെ ഫലം ആ ഒരു പാടുകളായിട്ട്, ഇംപ്രിൻസ് ആയിട്ട് അതിൽ പതിഞ്ഞ്, അതിന്റെയാണ് വാസനാമയ ശരീരം എന്ന് പറയുന്നത്. അപ്പൊ ഈ കറകള്, പാപങ്ങള്, ഇതിനെ നമ്മൾ കഴുകിക്കളയണം, ശുദ്ധീകരിക്കണം. എല്ലാ ഭാരങ്ങളും ദേവിയുടെ പാദത്തില് ഇറക്കി വെച്ചിട്ട് നമ്മൾ സുഖമായിട്ടിരിക്കണം, ഉറങ്ങണം നമ്മള് അല്ലേ. ആ ഉറങ്ങിടേണം ഉണരരുതിനി.
അപ്പൊ എന്താ, ആ ഒരു അമ്മയുടെ മടിയിൽ ഉണരരുതെന്ന് പറഞ്ഞാൽ എന്താ, ഈ ആ മോശപ്പെട്ട ലോകത്തേക്ക് നമ്മുടെ ബുദ്ധി ഇനി പോവാതിരിക്കട്ടെ, അല്ലെ? ആ ഒരു ആ അമ്മയുടെ മടിയിലാവട്ടെ നമ്മുടെ ഉറക്കം. ആ ജ്ഞാന ബുദ്ധി നമ്മളിൽ ഉദിക്കട്ടെ. ആ ജ്ഞാനത്തിലേക്കായിട്ട് എന്റെ ഉണരല്, അല്ലെ? ആ ഉറങ്ങുന്നതെല്ലാം തന്നെ കളയേണ്ട കാര്യങ്ങളെല്ലാം കളയുക. കാരണം മനസ്സ് ശുദ്ധമാണ് ഏറ്റവും വലുത്. കാരണം മനസ്സിനെ ശുദ്ധമാക്കണമെങ്കിൽ പാപങ്ങൾ ഇറക്കി വെക്കണം. അതിങ്ങനെ കൂട്ടി 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 വെച്ചിട്ട് ഓരോ നിലവറയിലോട്ട് തള്ളി തള്ളി തള്ളിയാണ് നമ്മൾ ജന്മങ്ങളിലൂടെ വന്നിരിക്കുന്നത്. ഒന്നും പറയാതെ, ബാക്കിയുള്ളവർക്ക് അറിയാതെ എത്രയോ പാപങ്ങൾ നമ്മുടെ മനസ്സുകൊണ്ട് ചെയ്യുന്നത്, വാക്കുകൾ കൊണ്ട് ചെയ്യുന്നത്, ചിന്തിക്കുന്നത് നമ്മൾ കുഴിച്ച് ആരും കാണാതെ നമ്മുടെ നിലവറയ്ക്കുള്ളില്, അതിനെയാണ് സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നത്. ആ നമ്മൾ എന്താ, നിലവറ എന്ന് പറഞ്ഞാൽ എന്താ, ഇറങ്ങി ചെല്ലണം. അതിങ്ങനെ നിറഞ്ഞിരിക്കുകയാണ്. അതിൽ നിറച്ച് നമ്മള് കാര്യങ്ങൾ, ലോകത്ത് ഒരു മനുഷ്യരും അറിയാത്ത കാര്യങ്ങൾ നമുക്കറിയാം നമ്മളെ കുറിച്ച്. നമ്മുടെ ഭാര്യയോ ഭർത്താവോ കുട്ടികളോ അവർക്ക് ഒന്നും, നമ്മുടെ കൂടെ താമസിച്ചിരുന്നവർക്കും അറിയാത്ത എല്ലാ രഹസ്യങ്ങളും അറിയുന്നവരാണ് നമ്മൾ. നമ്മളത് പലതും പുറത്തു പറയാൻ നമുക്ക് താല്പര്യമില്ല. കാരണം നമുക്കറിയാം അത് തെറ്റാണ്, അല്ലെങ്കിൽ ശരിയാണ്. എന്ത് ശരി തെറ്റുകളോ ആയിക്കോട്ടെ, ആ തെറ്റുകള് നല്ലതൊക്കെ ഓക്കെ, നമുക്ക് പറയാം, നമുക്ക് ചിന്തിക്കാം, ഞാൻ ഇത്രയും എനിക്കത് വന്നില്ല. പക്ഷെ തെറ്റുകളോ, ആ തെറ്റുകളെ എല്ലാം നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ മറയ്ക്കും. അത് ഒരു ദിവസം ഉറങ്ങുമ്പോൾ അത് അവിടെ താഴെ പോയി കഴിഞ്ഞു. ഇതിനെയാണ് സബ് കോൺഷ്യസ് മൈൻഡ്. നമ്മൾ സൂപ്പർ കോൺഷ്യസ് മൈൻഡ് ആണ്, അല്ലേ? അപ്പൊ കോൺഷ്യസ് മൈൻഡ്, സബ് കോൺഷ്യസ്, ഇതിൽ നിന്നെല്ലാം നമ്മൾ എന്ത് വേണം, സൂപ്പർ ആയിരിക്കുന്ന ആ ആ ഒരു 3D ഡയമെൻഷൻ ആണ് ശ്രീചക്രം എന്ന് പറയുന്നത്. അതില് 4ാമത്തെ തലം, 5ാമത്തെ തലം, ഇന്ന് 7 അറിവുകൾ വരെ ഉണ്ട് ഇന്ന്. അപ്പൊ അതിനെയാണ് നമ്മൾ എന്താ പറയാ, ആ നമ്മുടെ സാധാരണ തലത്തിൽ നിന്നുള്ള അഭൂതപൂർവമായിരിക്കുന്ന ഉയർച്ച, അതിലോട്ട് പോകണമെങ്കിൽ എന്ത് വേണം, ഈ നിലവറ നമ്മൾ എടുത്ത് കളയണം, അഴുക്കുകളെ കളയണം. അതിന് ഒരു വഴിയേ ഉള്ളൂ. ഇതിന് സാക്ഷി ഭാവത്തിൽ നമ്മുടെ ഉള്ളിലിരിക്കുന്ന ആ മഹാശക്തി അമ്മയ്ക്ക് എല്ലാം അറിയാം. അപ്പൊ നമ്മൾ തെറ്റ് തിരുത്താൻ നമ്മുടെ ഉള്ളിൽ നിന്ന് ഒരു ഉണർച്ച ഉണ്ടായി കഴിഞ്ഞാൽ, ഞാൻ തിരുത്താൻ തയ്യാറാണമ്മ, ഞാൻ ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോയി, എപ്പോഴാണ് നമ്മുടെ ഈഗോ സറണ്ടർ ചെയ്യാൻ നമ്മൾ തയ്യാറാവുന്നത്, അപ്പൊ നമ്മൾ ശുദ്ധരായി കഴിഞ്ഞു. നമുക്ക് പാപം ഇല്ല. പിന്നെ അമ്മയുടെ മുമ്പിൽ, അമ്മ ഞാനിത് ചെയ്തു, ഇതിന് എനിക്ക് എന്താ വഴി എന്ന് ചോദിച്ച് അവിടെ സമർപ്പിക്കണം. അപ്പൊ നമ്മൾ ഈ മനസ്സിന്റെ ശുദ്ധത, ശരീരത്തിൽ ഒരു ദിവസം 10 പ്രാവശ്യം കുളിച്ചിട്ട് കാര്യമൊന്നുമില്ല. മനസ്സ് എപ്പോ ശുദ്ധമാവണോ, കറകളെല്ലാം നീങ്ങി, ക്ലേശങ്ങൾ നീങ്ങി, അല്ലെ, എല്ലാ ഭാരങ്ങളും നീങ്ങി ദേവിയുടെ പാദത്തിൽ സമർപ്പിച്ച് നമ്മൾ അങ്ങനെയുള്ള ഒരു ചിന്ത തന്നെ നമ്മളിൽ ഉണ്ടാവുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ആ പ്രാർത്ഥന, ദേവിയുടെ ആ അപരാധ ക്ഷമാപണം, അപരാധങ്ങളെ ക്ഷമിക്കൂ അമ്മേ, ക്ഷമിക്കൂ അമ്മേ. ആരോട് നമ്മൾക്ക് ചെയ്യാൻ, നമുക്ക് ഈ പ്രപഞ്ചത്തിൽ പലതിനോടും ചെയ്തിട്ടുണ്ട്. പഞ്ചഭൂതങ്ങളോട്, സൂര്യനോട്, ചന്ദ്രനോട്, അവരെ ഒന്നും വന്ദിച്ചിട്ടില്ല, ഈശ്വരന്റെ ഭാഗമായിട്ട് കണ്ടില്ല, അമ്മയുടെ എന്താ സൃഷ്ടികളാണെന്ന് അറിഞ്ഞില്ല, അല്ലെ? ഭൂമിയെ വന്ദിച്ചില്ല, അല്ലെ? നമ്മൾ പല ആളുകളോടും അറിഞ്ഞും അറിയാതെയും ഒരുപാട് പാപങ്ങൾ ചെയ്തു പോയി. അവരോടൊന്നും ഇനി പോയി കണ്ട് പറയാം, കുറെ പേര് മൺമറഞ്ഞു പോയി, കുറെ പേര് ആ പാപം അവർ ദേഷ്യം വച്ചുകൊണ്ടിരിക്കുന്നു. ആയിക്കോട്ടെ, ഞാൻ അതൊക്കെ ചെയ്തതിൽ എന്റെ ഭാഗത്ത് വീഴ്ചകൾ ഉണ്ടെങ്കിൽ അമ്മയുടെ മുമ്പിൽ വെച്ചാല്, ഈ ജഗദംബിക ക്ഷമിച്ചാല്, അമ്മയാകുന്ന നൂലി കോർത്തവരാണ് ബാക്കിയുള്ളവരെല്ലാം. അമ്മ ക്ഷമിച്ചാല് ആ പാപങ്ങളൊന്നും അവര് വെച്ചോണ്ടിരുന്നോട്ടെ, കുഴപ്പമില്ല. എവിടെ സംഭവിച്ച വീഴ്ചകൾ, നമ്മുടെ മനസ്സ് ശുദ്ധീകരിക്കുക, അമ്മയുടെ പാദത്തിൽ വെച്ച നമ്മൾ ശുദ്ധീകൃതമാകും. നമ്മൾ പരിശുദ്ധരായി കഴിഞ്ഞാൽ എന്താ അവിടെ, അമ്മയുടെ പ്രതിരൂപം. നാളെ മുതൽ നമ്മുടെ ആ ഒരു മനക്കണ്ണാടിയില്, അല്ലെ, നമ്മുടെ മാനസമാകുന്ന ആ ഒരു ഇമയമലച്ചാലിൽ, ആ ഹിമാലയത്തിന്റെ ആ ഒരു ചാരത്തുള്ള, അതിന്റെ ഒരു ഹിമാലയ പ്രാന്ത പ്രദേശത്തുള്ള മാനസരോവരം, ശുദ്ധമായിരിക്കുന്ന നിർമ്മല ജല തടാകമായിരിക്കണം നമ്മുടെ മനസ്സ്. ആ മനസ്സിന് അങ്ങനെ ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ അപരാധ ക്ഷമാപണം കേട്ടുകൊണ്ടിരിക്കുന്നത്. അത് ശുദ്ധമായ മനസ്സില് അമ്മ ഒരു ഹംസികയെ പോലെ, സുന്ദരമായിരിക്കുന്ന രാജഹംസത്തെ പോലെ, അമ്മ 2 ചിറകുകൾ വീശി നീന്തി കുളിച്ച്, അമ്മയ്ക്ക് ഏറ്റവും ഇരിക്കാൻ ഇഷ്ടം ഭക്തരുടെ മനസ്സാണ്. അവിടേക്ക് അമ്മ പറന്നു വന്ന് ഒരിക്കലും പോകാതെ ആ ശുദ്ധജലത്തില്, തെളിനീര് ജലത്തില് നമ്മുടെ അടിത്തട്ട് വരെ കാണാൻ പറ്റുന്ന നിർമ്മലമായിരിക്കുന്ന മനസ്സില് അമ്മ സദാ വാഴട്ടെ. ഈ അപരാധ ക്ഷമ കൊണ്ട് നമുക്ക് നമ്മുടെ പാപങ്ങളെല്ലാം കഴുകിക്കളയാൻ നമുക്ക് സാധിക്കട്ടെ. നമ്മുടെ ഗുരുപരമ്പര നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആ പാദങ്ങളില് നമ്മൾ സമർപ്പിക്കണം. സമർപ്പിച്ചുകൊണ്ട് ശങ്കരാചാര്യ ഭഗവത് പാദ വിരചിതം ദേവ്യ അപരാധ ക്ഷമാപണ സ്തോത്രം സമ്പൂർണം.